ഡിയർ സ്റ്റുഡൻസ്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ കോമൺ കോഴ്സിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്കിങ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി അല്ലേ, എന്താണ് ഒരു ബാങ്ക്, ബാങ്ക് എന്നുള്ള ടേം എങ്ങനെ ഡിറൈവ് ചെയ്തു, ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കണ്ടായി. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ, അത് കൊമേഴ്ഷ്യൽ ബാങ്കുകളായിക്കോട്ടെ, പബ്ലിക് സെക്ടർ ബാങ്കുകളായിക്കോട്ടെ, പ്രൈവറ്റ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളായിക്കോട്ടെ അല്ലേ, കോപ്പറേറ്റീവ് ബാങ്കുകളായിക്കോട്ടെ, ഇങ്ങനെ അതുപോലെ തന്നെ റീജിയണൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും RRBസും ക്ലിയർ, അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്കുകളും കോപ്പറേറ്റീവ് ബാങ്കുകളും സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ, ഇങ്ങനെ ഒട്ടനവധി ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ചുറ്റുമുണ്ട്. ക്ലിയർ, ഇതെല്ലാം ഇപ്പോൾ നമുക്ക് ചുറ്റും കാണപ്പെടുന്ന ഇത്തരത്തിലുള്ള ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എല്ലാം അല്ലേ കോൺട്രിബ്യൂഷൻ്റെ ഫലമായിട്ടാണ് അല്ലേ നമ്മളിന്ന് കാണുന്ന അഗ്രികൾച്ചറിൻ്റെ ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, ഇൻഡസ്ട്രിയും ട്രേഡും കോമേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, ഓക്കെ, അതുപോലെ തന്നെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, ഓക്കെ, ഇതിനെല്ലാം ഒരു പ്രധാനപ്പെട്ട പങ്ക് അല്ലേ, ഒരു ഇമ്പോർട്ടൻ്റ് റോൾ ആര് വഹിക്കുന്നുണ്ട്? ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ വഹിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്. നമ്മുടെ എക്കണോമിക്കൽ സെൻസിൽ പറയുമ്പോൾ അല്ലേ, എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇനിഷ്യേറ്ററും അതുപോലെ തന്നെ ഏജൻസിയുമാണ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഹിസ്റ്ററി എന്താണ്, ഇവല്യൂഷൻ എന്താണ്, എങ്ങനെയാണ് ഇത് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു ബാങ്കിങ് ആയിട്ട്, സമ്പ്രദായമായിട്ട്, ഒരു സിസ്റ്റമായിട്ട് അല്ലേ, ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഏതൊരു രാജ്യത്തിൻ്റെയും ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ സമ്പദ് വ്യവസ്ഥയുടെ നിർണായകമായിട്ടുള്ള കേന്ദ്രങ്ങളായിട്ട് ഒരു ബാങ്കുകൾ അല്ലേ, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ എമേർജ് ചെയ്ത് വന്നു അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. നമ്മൾ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇവല്യൂഷൻ നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഒറിജിൻ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ ഏകദേശം മീഡിയവൽ പീരീഡിൽ ട്രേഡേഴ്സും മർച്ചൻസും ക്ലിയർ, അതുപോലെ തന്നെ ഗോൾഡ് സ്മിത്ത് അവരുടെ ഒക്കെ കോൺട്രിബ്യൂഷൻ്റെ ഫലമായിട്ടാണ് ബാങ്കിങ്ങിലേക്ക് വന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ ബാങ്കിങ് എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ക്ലിയർ, എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ അത് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ക്ലിയർ, ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള, ഒരു പക്ഷേ ഇന്നത്തെ പോലെയുള്ള പേരൊന്നും ഉണ്ടായിരിക്കില്ല എന്നല്ലോ അല്ലേ, പക്ഷേ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഹിന്ദു മിത്തോളജി എടുത്ത് നോക്കിയാലും ഗ്രീക്ക് മിത്തോളജി എടുത്ത് നോക്കിയാലും അല്ലേ, ഇങ്ങനെയുള്ള ഒക്കെ മിത്തോളജീസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. സിവിലൈസേഷൻസിലൊക്കെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ. അപ്പോൾ പണ്ട് കാലത്തെല്ലാം ഇപ്പോൾ ഗ്രീസിലൊക്കെ നോക്കുകയാണെങ്കിൽ, ഗ്രീസ് സിവിലൈസേഷൻ അല്ലെങ്കിൽ ഗ്രീസിൻ്റെ ഹിസ്റ്ററി ഒക്കെ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ അവരുടെ മിത്തോളജി അനുസരിച്ചിട്ട് ക്ലിയർ, അവരുടെ ഫേമസ് ആയിട്ടുള്ള ചില ടെമ്പിൾസ് ക്ലിയർ, അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞ ഫീസസ്, ഡെൽഫി, അതുപോലെ തന്നെ ഒളിമ്പിയ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ടെമ്പിൾ സെൻറ്റേഴ്സ്. ടെമ്പിൾ എന്ന് പറയുന്നത് ബാങ്കിങ് ആക്ടിവിറ്റിയുടെ കൂടെ കേന്ദ്രങ്ങളായി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ടെമ്പിൾസിനെ കുറിച്ച് പബ്ലിക്കിനിടയിൽ, ആളുകൾക്കിടയിൽ വലിയ മതിപ്പുണ്ടായിരുന്നു, ട്രസ്റ്റ് ക്ലിയർ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള അവരുടെ ട്രസ്റ്റ് അല്ലേ, ട്രസ്റ്റ് വർത്തിനെസ് അങ്ങനെ ഉള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യും, അവരുടെ കൈവശമുള്ള വാല്യുബിൾസ്, അത് ഓർണമെൻറ്റ്സ് ആയിക്കോട്ടെ, വാല്യുബിൾസ് ആയിക്കോട്ടെ ക്ലിയർ, അതെല്ലാം എന്ത് ചെയ്യുന്നു, ഈ ടെമ്പിൾസിൽ ഏൽപ്പിക്കുമായിരുന്നു. അവർക്ക് ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യും, അവിടെ നിന്ന് തിരിച്ചു വാങ്ങിക്കുമായിരുന്നു. ഇങ്ങനെ ഒരു സേഫ് കസ്റ്റഡിക്ക് വേണ്ടി വാല്യുബിൾസിൻ്റെ, ഓർണമെൻറ്റ്സിൻ്റെ ക്ലിയർ, പ്രീഷ്യസ് മെറ്റൽസിൻ്റെ, അവരുടെ സമ്പത്തിൻ്റെ സേഫ് കസ്റ്റഡിക്ക് വേണ്ടി അവർ ഈ ടെമ്പിൾസിനെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് മിത്തോളജിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, ഏൻഷ്യൻ ഗ്രീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഹിന്ദു മിത്തോളജി എടുത്ത് നോക്കിയാൽ നമുക്ക് സ്ക്രിപ്റ്റേഴ്സിലൊക്കെ കാണാൻ പറ്റും അല്ലേ. വേദിക് പീരീഡിലായിക്കോട്ടെ ക്ലിയർ, അതിനുശേഷമുള്ള പീരീഡ് ആയിക്കോട്ടെ, അതിന് മുമ്പുള്ള പീരീഡ് ആയിക്കോട്ടെ, മിത്തോളജി ആയിക്കോട്ടെ, ഇവിടെ എല്ലാം നമുക്ക് എന്ത് കാണാൻ പറ്റും, ബാങ്കിങ്ങിൻ്റെ ഇതുപോലുള്ള സമ്പ്രദായം കാണാൻ പറ്റും അല്ലേ. ഇന്ന് നമ്മൾ പല ക്ഷേത്രങ്ങളിലും നമ്മൾ പറയാറുണ്ട് അല്ലേ, അവിടെ നിധികളുണ്ട്. എന്താ കാരണം അല്ലേ, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അല്ലെ വളരെയധികം ട്രഷറുണ്ട് അല്ലേ, അല്ലെങ്കിൽ നിധി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലേ അതിൻ്റെ കണക്കെടുക്കും. അതുപോലെ തന്നെ റിസർവ് ബാങ്ക്, ദാറ്റ് ഈസ്
സുപ്രീം കോടതിയും റിസർവ് ബാങ്കും ഓക്കെ, അതുപോലെ തന്നെ സുപ്രീം കോടതി നിയമിച്ചിട്ടുള്ള കമ്മീഷനും ഒക്കെ അതിൻ്റെ അസസ്മെൻ്റ് ചെയ്യും, ഒക്കെ ചെയ്യണ്ടായി. നിങ്ങൾ ഒരു പക്ഷേ മാധ്യമങ്ങളിലൂടെ അതൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതുപോലെ തന്നെയാണ് ഇന്ത്യയിലുള്ള മിക്കവാറും ക്ഷേത്രങ്ങളിലും. അവിടെ രാജാക്കന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഓർഡിനറി പീപ്പിൾസ് ആയിക്കോട്ടെ, അവർ എന്ത് ചെയ്യുന്നു, അവരുടെ കൈവശമുള്ള വാല്യുബിൾസ് ഒരു സേഫ് കസ്റ്റഡിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ടെമ്പിൾസിൽ ഏൽപ്പിക്കുമായിരുന്നു. അല്ലെങ്കിൽ അവിടെ വെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് അവിടെ ട്രഷർ ഉണ്ടാകുന്നത് ഈ പ്രകാരം. ദെൻ അതുപോലെ തന്നെ നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ ഹിന്ദു മിത്തോളജിയുടെ കേസിലൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലേ, അവിടെ കുബേരൻ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും അല്ലേ. കുബേരൻ എന്താ, ദേവലോകത്തുള്ള ധനികനാണ് കുബേരൻ എന്ന് പറയുന്നത് അല്ലേ. സമ്പത്ത് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിനടുത്ത് കടം ആവശ്യദേവന്മാർക്ക് ആർക്കെങ്കിലും കടം ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അവർ അയാളെ അപ്രോച്ച് ചെയ്യുന്നു, അവർക്ക് കടം കൊടുക്കുന്നു, അത് തിരിച്ചു വാങ്ങിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിപ്പോസിറ്റിങ്ങും അതുപോലെ ലെൻഡിങ് ഓഫ് മണി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസൊക്കെ നടന്നതായിട്ട് നമുക്ക് ഇത്തരം മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സ് വഴി നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ് വേദിക് പീരീഡിൽ, ഹിസ്റ്റോറിക്കൽ പീരീഡിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, സ്ക്രിപ്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ബാങ്കിങ് ആക്ടിവിറ്റീസിനെ സംബന്ധിക്കുന്ന ചില ശ്ലോകങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിനെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന എന്താ, ഇത് പണ്ട് തൊട്ടേ ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഡെപ്പോസിറ്റിംഗ് ഓഫ് മണി ആൻഡ് ലെൻഡിങ് ഓഫ് മണി, ഇത്ര ഡെപ്പോസിറ്റിംഗ് ഓഫ് അല്ലേ സർപ്ലസ് ആൻഡ് ലെൻഡിങ് ഓഫ് റിസോഴ്സസ് ഇത് ചെയ്തിരുന്ന ഏജൻസീസോ വ്യക്തികളോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കാണുന്ന തരത്തിലായിരിക്കില്ല അന്ന്, പക്ഷെ ഏതോ തരത്തിലത് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹൗവർ മോഡേൺ ബാങ്കിങ് ഈസ് ഫോർ റീസൺ ഒറിജിൻ. പക്ഷേ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു ബാങ്കിങ് എന്ന് പറയുന്നത് റീസൻ്റെ ഒറിജിൻ അല്ലേ. ഇതൊക്കെ ഹിസ്റ്റോറിക്കലായുള്ള സെൻസിൽ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം. ഇപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരം എടുത്ത് നോക്കുകയാണെങ്കിലും, ഇൻഡസ് വാലി സിവിലൈസേഷൻ എടുത്ത് നോക്കുകയാണെങ്കിലും, മെസോപ്പൊട്ടേമിയ സിവിലൈസേഷൻ എടുത്ത് നോക്കുകയാണെങ്കിലും ഒക്കെ ബാങ്കിങ്ങിൻ്റെ നമുക്കിത് കാണാൻ പറ്റും. ചിലപ്പോൾ ക്ലേ ടാബ്ലറ്റ്സുകളിലോ അല്ലെങ്കിൽ ഫലകങ്ങളിലോ അല്ലെങ്കിൽ അല്ലേ അതുപോലെ തന്നെ ശിലകളിലോ ഒക്കെ നമ്മൾ അവരുടെ അസറ്റ്സ് എത്രയാണ് അല്ലെങ്കിൽ അവരുടെ സ്റ്റോക്ക് എത്രയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വയ്ക്കുകയും അത് വിനിമയം ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അർത്ഥശാസ്ത്ര ഓഫ് കൗടില്യ അല്ലേ. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചാണക്യൻ എന്ന് പറയുന്ന വ്യക്തി അല്ലേ, അദ്ദേഹം എഴുതിയിരിക്കുന്ന അർത്ഥശാസ്ത്രം ക്ലിയർ, സയൻസ് ഓഫ് എക്കണോമിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, സയൻസ് ഓഫ് ഫിനാൻസ് എന്ന് വേണമെങ്കിൽ പറയാം ക്ലിയർ. അപ്പോൾ അത്തരത്തിൽ അപ്പോൾ രാജാവിൻ്റെ റവന്യൂ എന്തായിരിക്കണം, അതെങ്ങനെ കളക്ട് ചെയ്യണം ക്ലിയർ, അതെങ്ങനെ വിനിയോഗിക്കണം, രാഷ്ട്രതന്ത്രത്തെ സംബന്ധിച്ചാണ് അത് പറയുന്നതെങ്കിൽ പോലും ബാങ്കിങ്ങിൻ്റെ ചില ട്രേസസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാങ്കിങ് പ്രാക്ടീസിൻ്റെ ട്രേസസ് നമുക്ക് അതിലൂടെ കാണാൻ പറ്റും. അന്നത്തെ സമ്പ്രദായം, അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് അനുമാനിക്കാൻ പറ്റും. പക്ഷെ എങ്കിലും ഒരു മോഡേൺ ഹിസ്റ്ററി അല്ലെങ്കിൽ മോഡേൺ ബാങ്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് താഴെ പറയുന്ന രീതിയിൽ അതിനെ നോക്കാൻ പറ്റും ക്ലിയർ. പ്രധാനമായിട്ട് 3 ആൻസസ്റ്റേഴ്സ് ക്ലിയർ, പൂർവികർ ഉള്ളതായിട്ട് നമുക്ക് പറയാം. എന്തൊക്കെയാണെന്ന്, ബാങ്കർ മർച്ചൻസ്, ഇവിടെ മർച്ചൻറ്റ് ബാങ്കേഴ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ മർച്ചൻറ്റ് ബാങ്കേഴ്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. മർച്ചൻറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് കാണപ്പെടുന്ന ഫിനാൻഷ്യൽ സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ഏജൻസീസിനാണ് മർച്ചൻറ്റ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മർച്ചൻറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത് ക്ലിയർ. അപ്പോൾ ഇത് ബാങ്കിങ് ചെയ്യുന്ന മർച്ചൻസ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ക്ലിയർ. സോ ദേ ആർ മർച്ചൻസ്, ബേസിക്കലി മർച്ചൻസ്, ട്രേഡേഴ്സ് ക്ലിയർ. They also participate in banking അല്ലെങ്കിൽ ട്രേഡിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബാങ്കിങ്, അങ്ങനെയുള്ള രീതിയിൽ മെർച്ചൻറ്റ് ബാങ്കേഴ്സ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ബാങ്കർ മർച്ചൻസ് എന്നാണെങ്കിലും പറയാൻ പറ്റും ക്ലിയർ. ദെൻ ഗോൾഡ് സ്മിത്ത്, പിന്നെ രണ്ടാമത് വരുന്നതാണ് ഗോൾഡ് സ്മിത്ത് ക്ലിയർ. അപ്പോൾ യൂറോപ്പിൽ പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗം മണി ലെൻഡേഴ്സാണ് ഗോൾഡ് സ്മിത്ത് എന്ന് പറയുന്നത് ക്ലിയർ. ഗോൾഡ് സ്മിത്ത് ആരാന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഈ പ്രഷ്യസ് മെറ്റലൊക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ ക്ലിയർ, അവർ എന്ത് പ്രാക്ടീസ് ചെയ്തിരുന്നു, ബാങ്കിങ്ങിൻ്റെ ട്രാൻസാക്ഷൻ അല്ലേ, അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് മണി എന്നുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മണി ലെൻഡേഴ്സ് ക്ലിയർ. സോ മണി ലെൻഡേഴ്സ് എന്താ, നമ്മൾ ഇന്നും കാണപ്പെടുന്ന അല്ലെങ്കിൽ അല്ലേ ഈ പീരീഡിലും കാണപ്പെടുന്ന തരത്തിൽ ബാങ്കുകളല്ലാത്ത രീതിയിൽ മണി ലെൻഡ് ചെയ്യുന്ന, പൈസയ്ക്ക് കടം കൊടുക്കുന്ന അല്ലേ ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, ഗ്രാമപ്രദേശങ്ങളിൽ കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള മണി ലെൻഡേഴ്സ് ഇത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് വളരെയധികം പ്രചാരത്തിലുള്ള അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് മണി ലെൻഡേഴ്സ്.
ബാങ്കുകളൊന്നും വരാത്ത സമയത്ത് അല്ലെങ്കിൽ അത് ലഭ്യമല്ലാത്ത സമയത്തൊക്കെ മണി ലെൻഡേഴ്സ് അല്ലെങ്കിൽ നമ്മൾ അവരെ ഇൻഡിജിനസ് ബാങ്കേഴ്സ് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ആളുകളാണ് ബാങ്കിങ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ ദീസ് ആർ ഓൾ ദി ആൻസിസ്റ്റേഴ്സ് ഓഫ് മോഡേൺ ബാങ്കിങ്. ഇത് നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഒന്ന്, മെർച്ചൻ്റ് ബാങ്ക്സ്. ക്ലിയർ? എന്താണ് മെർച്ചൻ്റ് ബാങ്ക്? ആരാണ് മെർച്ചൻ്റ് ബാങ്കേഴ്സ്? ക്ലിയർ? അപ്പോൾ ഇന്നത്തെ ഫിനാൻഷ്യൽ സർവീസ്, ഇപ്പോൾ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ, അണ്ടർ റൈറ്റിംഗ്, അല്ലെങ്കിൽ ഇഷ്യൂ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ബ്രോക്കറിങ്, ക്ലിയർ, ഇതൊന്നും അല്ല അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിയർ? പകരം അന്ന് കാലഘട്ടത്തിൽ എന്തായിരുന്നു? ട്രേഡേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നു, മെർച്ചൻസ് ആയിരുന്നു ഉണ്ടായിരുന്നു. അവർക്കാണ് പൈസയുടെ ആവശ്യം, അവരുടെ കൈവശമാണ് സർപ്ലസ് ഉണ്ടാവുക. ക്ലിയർ? അപ്പോൾ ഉള്ള സർപ്ലസിനെ വാങ്ങിക്കുക, അവർക്ക് ആവശ്യം വരുന്ന സമയത്ത് തിരിച്ചു കൊടുക്കുക. ക്ലിയർ? ഇങ്ങനെ വരുന്നതാണ് മെർച്ചൻ്റ് ബാങ്കേഴ്സിൻ്റെ അല്ലെങ്കിൽ മെർച്ചൻ്റ് ബാങ്കിങ്ങിൻ്റെ ട്രഡീഷണൽ ഫോം എന്ന് പറയുന്നത്. സോ ഒറിജിനലി ദേ ആർ ട്രേഡേഴ്സ് ഇൻ ഗുഡ്സ്. അവരും എന്ത് തന്നെയായിരുന്നു? ട്രേഡേഴ്സ് തന്നെയായിരുന്നു. ക്ലിയർ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കപ്പലിലൊക്കെ യാത്ര ചെയ്ത്, അല്ലെങ്കിൽ ക്ലിയർ വളരെ ദൂര സ്ഥലങ്ങളിലേക്ക് കുതിരപ്പുറത്തോ അല്ലെങ്കിൽ ഒട്ടകത്തിന് പുറത്തൊക്കെ യാത്ര ചെയ്ത്, അല്ലേ, മരുഭൂമികളൊക്കെ താണ്ടി വ്യത്യസ്ത സ്ഥലങ്ങളിലെത്തി, ക്ലിയർ, അവിടെ അവരുടെ കയ്യിലുണ്ടായിരുന്ന മർക്കൻഡൈസൊക്കെ വിറ്റഴിച്ച് അവിടെയുള്ള സാധനങ്ങളുമായിട്ട് എന്ത് ചെയ്യുക, ഒരു തിരിച്ച് അവരുടെ ഡെസ്റ്റിനേഷനിൽ വരും. അങ്ങനെ വരുന്ന സമയത്ത് അവിടേക്ക് ഇത് വിൽക്കും. ഇങ്ങനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്തുകൊണ്ടിരുന്ന മർച്ചൻസ് ഉണ്ടായിരുന്നു. ക്ലിയർ? along with trade they started to finance trade including foreign trade. Yeah, അപ്പോൾ ഈ ഫോറിൻ ട്രേഡിലും അതുപോലെ ട്രേഡിങ്ങിനൊക്കെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഫിനാൻസ് ചെയ്യാൻ തുടങ്ങി. അവർ ട്രേഡ് ചെയ്യുന്നു, അതിനോടൊപ്പം എന്ത് ചെയ്യുന്നു? മറ്റുള്ളവർക്ക് ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായം ആവശ്യമാണെങ്കിൽ, ഇന്ന് കാണുന്ന തരത്തിലുള്ള കറൻസി അല്ല, അന്നൊരു പക്ഷേ ഗോൾഡ് ആയിരിക്കാം, അല്ലെങ്കിൽ കോയിൻസ് ആയിരിക്കാം, ഗോൾഡ് കോയിൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ സിൽവർ ആയിരിക്കാം, കോപ്പർ ആയിരിക്കാം. സോ വാട്ട് എവർ ഇറ്റ് മേ ബി, അന്ന് അക്സെപ്റ്റബിൾ ആയുള്ള മണി ഫോം. അങ്ങനെയുള്ള മണി ഫോം. ഓക്കെ, അപ്പോൾ അത് കടം കൊടുക്കുകയും കടം വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാട്, അല്ലേ? നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടോ, അല്ലേ? മർച്ചൻ്റ് ഓഫ് വെനൈസ് കേട്ടിട്ടുണ്ടാവും, അല്ലേ? അങ്ങനെ നാടകം വായിച്ചിട്ടുണ്ടാവും. ക്ലിയർ? അപ്പോൾ അതിലൊക്കെ പറയുന്ന തരത്തിൽ, ക്ലിയർ, ഇങ്ങനെ ഒരു സ്റ്റോറിയൊക്കെ വരുന്നത്, അല്ലേ? എന്തുകൊണ്ടാണ് ഷേക്സ്പിയറിൻ്റെ കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ എഴുതണമെങ്കിൽ, ക്ലിയർ, അത്തരത്തിലുള്ളൊരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ക്ലിയർ? അപ്പോൾ വെനീസിലുള്ള മർച്ചൻ്റിൻ്റെ കേസിൽ നമ്മൾ എന്തൊക്കെയാണോ നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലേ? അത്തരത്തിലുള്ളൊരു ഏർപ്പാട് ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ ട്രേഡേഴ്സ് ബിക്കം ബാങ്കേഴ്സ്. ട്രേഡേഴ്സ് എന്തായിട്ട് മാറുന്നു? ബാങ്കേഴ്സ്. കടം കൊടുക്കുകയും അല്ലേ, അതിലെ ഡിപ്പോസിറ്റുകൾ സ്വീകരിക്കുകയും ആ പൈസ ഉപയോഗിച്ച് കടം കൊടുക്കുകയും ഡിപ്പോസിറ്റ് നൽകിയിരിക്കുന്ന ആൾക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു ഏർപ്പാട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് വൈ ദീസ് ട്രേഡേഴ്സ് ആർ കോൾഡ് മെർച്ചൻ്റ് ബാങ്കേഴ്സ്. അതുകൊണ്ടാണ് ഇവരെന്ത് പേര് പറയുന്നത്? മെർച്ചൻ്റ് ബാങ്കേഴ്സ് ട്രഡീഷണലി അറിയപ്പെട്ടിരുന്നത്. സോ ആക്ച്വലി ഇറ്റ് ഈസ് എ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ഫിനാൻസിങ് ഫോറിൻ ട്രേഡ്. ക്ലിയർ? അപ്പോൾ ഫോറിൻ ട്രേഡുകൾക്ക് ഫിനാൻസിങ് ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫൗണ്ടിങ് സ്റ്റോൺ ആയിട്ട്, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആയിട്ട്, ക്ലിയർ, ഒരു പ്രൈമറി അല്ലെങ്കിൽ പ്രൈമൽ ആക്ടിവിറ്റി ആയിട്ട് ഇത് അറിയപ്പെടുന്നു. സോ ദേ യൂസ് ഇറ്റ് ടു എക്സ്ചേഞ്ച് ഫോർ ദ പർപ്പസ് ഓഫ് ഫിനാൻസിങ് ഫോറിൻ ട്രേഡ്. എന്താ ഫോറിൻ ട്രേഡ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇന്ന് കാണുന്ന തരത്തിലുള്ള ഫോറിൻ ട്രേഡ് അല്ല, പക്ഷേ അന്ന് ഒരു കോണ്ടിനെന്റ് മറ്റൊരു കോണ്ടിനെന്റിലേക്ക് യാത്ര ചെയ്ത്, അല്ലേ, നമ്മൾ കൊളംബസിനെ കുറിച്ചൊക്കെ കേട്ടില്ലേ, അല്ലേ? വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് വന്നു. എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? ട്രേഡ് പർപ്പസിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്, അല്ലേ? ഇങ്ങനെ അതിൻ്റെയൊക്കെ ഹിസ്റ്ററി നിങ്ങൾക്കറിയാം. ക്ലിയർ? അപ്പോൾ ഇന്ത്യയിലേക്കുള്ള നേരത്തെ ഒരു ട്രേഡ് റൂട്ട് ഉണ്ടായിരുന്നു, അല്ലേ? കോൺസ്റ്റാന്റിനോപ്പിൾ. അത് ആക്രമിച്ച് പിടിച്ചെടുക്കപ്പെട്ടതോടുകൂടി അതുവഴിയുള്ള യാത്ര നിർത്തപ്പെടുക. അപ്പോൾ യൂറോപ്യൻസിന് ഇന്ത്യയിലേക്ക് വരുന്നതിന് ഒരു വഴിയില്ലാതെ വരികയും അത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് വരുന്നത്. ക്ലിയർ? കൊളംബസ് ഒക്കെ നേരത്തെ ട്രൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ മെർച്ചൻസ് ഫോറിൻ ട്രേഡൊക്കെ നടത്തുന്ന സമയത്ത് അവർക്ക് ഇവിടെ വിനിമയം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഫണ്ട് കൊടുക്കുക. ക്ലിയർ? അന്നത്തെ അക്സെപ്റ്റബിൾ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള പ്രിഷ്യസ് മെറ്റലാണ്. ഓക്കെ, ജ്വൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗോൾഡ് ആയിരിക്കാം, സിൽവർ ആയിരിക്കാം, ക്ലിയർ, കോപ്പർ ആയിരിക്കാം. ഇങ്ങനെയുള്ള മെറ്റൽസ് ആണ് അവർ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത് വിനിമയമായിട്ട്. ക്ലിയർ? മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട്. ഓക്കെ, സോ മോഡേൺ ബാങ്കേഴ്സ് ആർ ആൾസോ യൂസിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ടു ഫിനാൻസ് ഫോറിൻ ട്രേഡ്. ഇന്ന് നമ്മൾ ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫോറിൻ ട്രേഡിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ബില്ല്, ക്ലിയർ, അക്സെപ്റ്റ് ചെയ്യുകയും എൻഡോസ് ചെയ്യുകയും ഡിസ്കൗണ്ട് ചെയ്യുകയും, ക്ലിയർ, ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ ഇറ്റാലിയൻ മർച്ചൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു, അല്ലേ? അതും ഇത്തരത്തിലുള്ള മെർച്ചൻ്റ് ബാങ്കേഴ്സുമായിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് പറയാൻ പറ്റും. ഓക്കെ, so this is one of the ancestor to the banking practice.
ഗോൾഡ് സ്മിത്ത്. എന്താണ് ഗോൾഡ് സ്മിത്ത്? ക്ലിയർ? സോ ഗോൾഡ് സ്മിത്ത്സ് were considered as the men of honesty, integrity and reliability. അവരുടെ സമയത്ത് അല്ലെങ്കിൽ ആ പീരീഡിൽ, മീഡിയവൽ പീരീഡിൽ, പ്രത്യേകിച്ചും ഇംഗ്ലണ്ടിലുള്ള യൂറോപ്പിലുള്ള ഗോൾഡ് സ്മിത്ത്, ക്ലിയർ, സ്വർണ്ണം പണികളൊക്കെ ചെയ്യുന്ന ആളുകൾ എന്തായിട്ട് അറിയപ്പെടുന്നു? ദേ വേർ റിഗാർഡഡ് ആസ് പീപ്പിൾ ഓഫ് ഹോണസ്റ്റി, ക്ലിയർ, മാൻ ഓഫ് ഹോണസ്റ്റി, ക്ലിയർ, പീപ്പിൾ ഓഫ് ഇൻറ്റഗ്രിറ്റി ആൻഡ് റിലയബിലിറ്റി. അവരെ വിശ്വസിക്കാൻ പറ്റും, ട്രസ്റ്റ് വർത്തിയാണെന്നൊക്കെ അവരെ പേരെടുത്തിട്ടുണ്ട്. ക്ലിയർ? അങ്ങനെ എടുത്തിരിക്കുന്ന ഗോൾഡ് സ്മിത്തുകൾ, ക്ലിയർ. അപ്പോൾ അവരുടെ കൈവശം എന്ത് ചെയ്യുന്നു? കുറേയധികം പ്രഷ്യസ് മെറ്റൽസ്, ഗോൾഡോ സിൽവറോ ഒക്കെ വന്നു ചേരും. ക്ലിയർ? സേഫ് കസ്റ്റഡിക്ക് വേണ്ടി ഏൽപ്പിക്കുമായിരുന്നു. ഈ മെർച്ചൻസ് ഒക്കെ അവരുടെ സേവിങ്സ് ഇവിടെ കൊണ്ട് ഏൽപ്പിക്കുമായിരുന്നു. പീപ്പിൾസ് ഒക്കെ അവരുടെ കൈവശം സേവിങ്സ് വരുമ്പോൾ അതിവിടെ കൊണ്ട് കൊടുക്കുമായിരുന്നു. അവർക്ക് ആവശ്യമുള്ളത് തിരിച്ച് ചോദിക്കുമായിരുന്നു. ഇങ്ങനെ ഒരു സേഫ് കസ്റ്റഡിക്ക് വേണ്ടി ഇവരെ ഏൽപ്പിക്കുക ഒരു പതിവായി മാറി. ഗോൾഡ് സ്മിത്തുകളെ, അവർ സ്വർണം അല്ലെങ്കിൽ പ്രഷ്യസ് മെറ്റലൊക്കെ കൈകാര്യം ചെയ്യുന്ന, അതുകൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന, അതുകൊണ്ട് മറ്റുള്ള തരത്തിലുള്ള സ്കൾപ്ചേഴ്സോ ഓർണമെൻറ്റ്സോ ഒക്കെ ഉണ്ടാക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ അവർ ആളുകൾ പീപ്പിൾ ഓഫ് ഹോണസ്റ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് റിലയബിലിറ്റി അല്ലെങ്കിൽ ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള പീപ്പിളായിട്ട് അവരെ പരിഗണിച്ചിരുന്നു. സോ ദേ പ്രൊവൈഡഡ് എ സ്ട്രോങ് അയൺ സേഫ് ഫോർ ദ സേഫ് കീപ്പിംഗ് ഓഫ് വാല്യുബിൾസ് ആൻഡ് മണി. ഇത്തരത്തിലുള്ള ആളുകൾ കൊണ്ടുവരുന്ന, പബ്ലിക്കോ മെർച്ചൻസോ ട്രേഡേഴ്സോ ഒക്കെ കൊണ്ടുവരുന്ന വാല്യുബിൾസ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്തിരുന്നു? ക്ലിയർ, സേഫ്, ക്ലിയർ, അയേൺ ആയിട്ടുള്ള ഷെൽഫുകൾ, അവർക്ക് അയേൺ ഷെൽഫുകൾ ക്രിയേറ്റ് ചെയ്തു. സ്ട്രോങ് റൂമുകൾ, അതൊക്കെ നമ്മളൊന്ന് പറയുന്ന തരത്തിൽ, ലോക്കർ എന്ന് നമ്മളൊന്ന് പറയുന്ന തരത്തിലുള്ള സേഫ് കസ്റ്റഡിക്ക് വേണ്ടിയുള്ള പ്ലേസസ് അവർ നിർമ്മിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അവരെ വിശ്വസിച്ച് അവിടെ കൊണ്ട് കൊടുക്കും. ക്ലിയർ? ഇങ്ങനെ കൊടുക്കുന്ന ഡിപ്പോസിറ്റ്സ്, ഇതിനെ നമ്മൾ ഡിപ്പോസിറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ക്ലിയർ? ഈ പീപ്പിൾ ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ, ക്ലിയർ, അതിന് പകരമായിട്ട് അവരെന്ത് ചെയ്യും? തന്നു എന്ന് എന്താ തെളിവ്? അല്ലേ? പക്ഷെ അവർ ഡിനേ ചെയ്യില്ല എന്നവർക്ക് വിശ്വാസമുണ്ട്. പക്ഷെ എങ്കിലും ഇവരെന്ത് ചെയ്യുമായിരുന്നു? അവർ ചില മെറ്റൽ പീസുകളിലോ, അല്ലേ, നമ്മൾ തമ്രപത്രം എന്നൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ ആ രീതിയിൽ കോപ്പർ ഷീറ്റുകളിൽ, ക്ലിയർ, തിന്നായിട്ടുള്ള കോപ്പർ ഷീറ്റിൽ എഴുതി കൊടുക്കുമായിരുന്നു പണ്ട് കാലത്തൊക്കെ. ക്ലിയർ? അതുപോലെ തന്നെ പിന്നീട് പേപ്പറൊക്കെ വന്ന സമയത്ത് പേപ്പറിൽ എഴുതി കൊടുക്കാൻ തുടങ്ങി. ക്ലിയർ? ഇപ്പോഴൊക്കെയാണെങ്കിൽ പേപ്പറാണ് വരിക. അല്ല, പേപ്പറൊക്കെ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു? മെറ്റലായിരുന്നു. അപ്പോൾ ക്ലേ ടാബ്ലറ്റ്സിലോ അല്ലെങ്കിൽ ക്ലേ ടാബ്ലറ്റ്സ് ഒക്കെ വെള്ളമാകുമ്പോൾ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അത് പോകും. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി സാധാരണ കോപ്പറൊക്കെയാണ് ഉപയോഗിച്ചത്, കോപ്പർ ഷീറ്റ്. ക്ലിയർ? വളരെ തിന്നായിട്ടുള്ള കോപ്പർ ഷീറ്റിൽ അവരെഴുതി ഇത്ര വാല്യുബിൾസ് കിട്ടി എന്നുള്ളത് എഴുതി അവർ ഒപ്പിടുകയൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുമായിരുന്നു? കൊടുക്കുമായിരുന്നു. ഇതാണ് ഒരു പ്രൂഫ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇത് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം? അത്രയും വാല്യുബിൾസ് തിരിച്ച് അവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാം. അപ്പോൾ അക്സെപ്റ്റിംഗ് ഓഫ് ഡിപ്പോസിറ്റ്സ് ഇതിനൊരു ട്രഡീഷണൽ ഫോമായിട്ടാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ കൊടുക്കുന്ന, അല്ലെ, വിഡ്രോവൽസിന് വേണ്ടി ഇത് കൊണ്ട് കൊടുക്കുമ്പോൾ ചെക്കിൻ്റെ ഒരു ചെറിയ രൂപപരിണാമമായിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, ഇവിടെ എഴുതി കൊടുക്കുന്ന കാര്യം. ഓക്കെ. So, apart from this, people deposited their precious bullions and coins in custody of goldsmith because of their danger of theft. അല്ലേ? അന്നത്തെ കാലത്തൊന്നും ഇത് വീടുകളും ഇത്രത്തോളം സുരക്ഷ ഒന്നും ഉണ്ടായിരിക്കില്ല, അല്ലേ? അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അവരുടെ കൈവശമുള്ള വാല്യുബിൾസും കോയിൻസും ബുള്ളിയൻസും, അല്ലേ, ഓർണമെൻറ്റ്സും അവർക്ക് ആവശ്യമില്ലെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നു? ഇത്തരത്തിലുള്ള ഗോൾഡ് സ്മിത്തുകളെ ഏൽപ്പിക്കുമായിരുന്നു സേഫ് കസ്റ്റഡിക്ക് വേണ്ടി. ക്ലിയർ? സോ ഗോൾഡ് സ്മിത്ത് ഇഷ്യൂഡ് ഡിപ്പോസിറ്റ് റിസീപ്റ്റ്സ് ടു അക്നോളജ് ഡെപ്റ്റ്സ്. ക്ലിയർ? ഇങ്ങനെ കിട്ടുന്ന ഡിപ്പോസിറ്റിന് വേണ്ടി എന്ത് ചെയ്യും? അവർ എഴുതി കൊടുക്കും, ഒരു അക്നോളജ്മെൻറ്റ് കൊടുക്കും. ക്ലിയർ? അത് മേ ബി മെറ്റൽ ഷീറ്റ് ആവാം, അല്ലെങ്കിൽ മറ്റുള്ള ഏതോ ഒരു ഫോമിലായിരിക്കും ഇത് കൊടുത്തിട്ടുണ്ടാവുക. ക്ലിയർ? സോ ദ പീപ്പിൾ റിസീവ് ദ ഡിപ്പോസിറ്റ്സ് ബാക്ക് വെൻ ദേ പ്രസൻറ്റഡ് ദിസ് ഡിപ്പോസിറ്റ് റിസീപ്റ്റ്സ്. ക്ലിയർ? ഇങ്ങനെ ഒരു ബാങ്കിങ്ങിൻ്റെ പ്രാക്ടീസ് ഗോൾഡ് സ്മിത്തുകൾ നടത്തിയിരുന്നു. ക്ലിയർ? ഇവർ ഇങ്ങനെ എഴുതി കൊടുത്തിരിക്കുന്ന ഇവരുടെ ഈ അക്നോളജ്മെൻറ്റ്, ക്ലിയർ, ഒരു റെസീറ്റ് അവർ കൊടുക്കില്ലേ? ഈ റെസീറ്റ് കിട്ടിയിട്ടുള്ള ചില ട്രേഡേഴ്സ്, ഓക്കെ, ആളുകൾ എന്ത് ചെയ്യുമായിരുന്നു? അവർ വന്നിട്ട് ഇവിടേക്ക് വന്ന് ഗോൾഡ് സ്മിത്തിൻ്റെ അടുത്ത് നിന്ന് വീണ്ടും വാങ്ങിക്കുന്നതിന് പകരം അവർക്ക് വേറെ ആരെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ഈ റെസീറ്റിനടുത്ത് കയ്യിൽ കൊടുക്കും. ഇതാ ഇത്ര രൂപയുടെ അല്ലെങ്കിൽ ഇത്ര ഗോൾഡ്, ക്ലിയർ, ഇന്ന ആളുടെ കൈവശമുണ്ട്, നിങ്ങൾ അവിടെ പോയി വാങ്ങിച്ചോളൂ എന്ന് പറയും. ക്ലിയർ? അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ ഷീറ്റ് കൊണ്ടുവന്ന് അവിടെ കൊണ്ട് വാങ്ങിക്കും. ക്ലിയർ? അവർ വേറെ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർ മറ്റൊരാൾക്ക് കൈമാറും. അപ്പോൾ ഇതെന്തായിട്ട് മാറി? പിന്നീട് ഈ പ്രാക്ടീസ് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ചെക്ക്, അല്ലേ? നമ്മളിന്ന് ചെക്ക് ഇഷ്യൂ ചെയ്യുകയും കടം കൊടുക്കുന്നതിന് പകരം, പൈസയായിട്ട് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യും? നമ്മൾ തിരിച്ചു കൊടുക്കാൻ ചെക്ക് ഇഷ്യൂ ചെയ്യും, അല്ലേ? ആ ചെക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എൻഡോസ് ചെയ്യാം. എൻഡോസ് ചെയ്യാൻ എന്താ? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം.
ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ആർക്കാണോ അവസാനം കിട്ടുന്നത് അവരാണ് എന്ത് ചെയ്യുക, ബാങ്കിൽ കൊണ്ടുപോയിട്ട് പൈസ വാങ്ങിക്കുക. അതുപോലെ ഒരു പ്രാക്ടീസ് ഉണ്ടായി ഗോൾഡ് സ്മിത്തിൻ്റെ കേസിൽ. ക്ലിയർ? അപ്പോൾ ഈ ഗോൾഡ് സ്മിത്തിൻ്റെ ഇത്തരത്തിലുള്ള ഏർപ്പാടാണ് പിന്നീട് ബാങ്കുകളിൽ ചെക്ക് എന്നുള്ള സമ്പ്രദായം വരുന്നതിന് കാരണമായിട്ട് വന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് ഗോൾഡ് സ്മിത്തിൻ്റെ കേസസ്. ക്ലിയർ? സോ നെക്സ്റ്റ് വൺ ഈസ് മണി ലെൻഡേഴ്സ്. സോ വാട്ട് ഈസ് മണി ലെൻഡേഴ്സ് നമുക്കറിയാം അല്ലേ, എന്താ മണി ലെൻഡറിൻ്റെ പ്രത്യേകത? സോ ഇൻ ദി നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്കിങ്, in course of time, Goldsmith found that only a small portion of the deposits were left with them when the depositors withdraw money. Clear? അപ്പോൾ കുറേ അല്ലേ കാലങ്ങൾ കടന്നു പോയെന്ന സമയത്ത് ഗോൾഡ്സ്മിത്തിൻ്റെ കേസിൽ തന്നെ നമുക്കറിയാൻ പറ്റും, അവർ പല ആളുകളും അല്ലേ കുറേയധികം പ്രഷ്യസ് മെറ്റൽസ് അവർക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാവരും സേഫ് കസ്റ്റഡിക്ക് വേണ്ടി വാങ്ങിക്കുന്നുണ്ട്, ഇതിനൊക്കെ റെസീറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഡിപ്പോസിറ്റിന് വേണ്ടി കൊടുത്തിരിക്കുന്ന മെറ്റൽസ് എല്ലാവരും കൂടെ ഒന്നിച്ച് വന്ന് തിരിച്ചു വാങ്ങിക്കാറില്ല അല്ലേ. ഏതെങ്കിലും ഒരു ദിവസം 1-2 പേര് വരാം, അവർക്ക് ചിലപ്പോൾ കുറച്ച് എമൗണ്ടേ വേണ്ടി വരുള്ളൂ, അത് കൊടുത്താൽ മാത്രം മതി. ക്ലിയർ? ഇപ്പോൾ ഗോൾഡ് സ്മിത്തുകൾ എന്ത് തിങ്ക് ചെയ്യാൻ തുടങ്ങി? ക്ലിയർ? എന്തായാലും അവർ വരുമ്പോൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ വരുന്ന സമയം വരെ ഈ പൈസ എന്ത് ചെയ്യുകയാണ്, വെറുതെ കിടക്കുകയാണ് അല്ലേ. അങ്ങനെ വെറുതെ കിടക്കുന്ന എമൗണ്ട് പറഞ്ഞാൽ അന്ന് കറൻസി അല്ല, പകരം ഗോൾഡോ സിൽവറോ പ്രഷ്യസ് മെറ്റലോ. ക്ലിയർ? ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കൊടുക്കാം. ക്ലിയർ? ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആ കൊടുക്കുന്നതിന് എന്ത് വാങ്ങിക്കാം, പലിശയും വാങ്ങിക്കാം. അപ്പോൾ ഒരു വരുമാനവും ആയി അല്ലേ. ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? സോ ദേ സ്റ്റാർട്ടഡ് ടു ലെൻഡിങ്. ക്ലിയർ? ദീസ് resources, clear, which were tendered to Goldsmith by public and traders, clear, for safe custody to some others. Clear? അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് ഇത് കൊടുക്കാൻ, ക്ലിയർ, ലെൻഡിങ് ചെയ്യാൻ തുടങ്ങി. അത് വാങ്ങിക്കാനുള്ള ആളുകളുണ്ടായി, ബോറോവേഴ്സ് ഉണ്ടായി, അവർക്ക് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു, റിസോഴ്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു ട്രേഡേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ വലിയ ഫാർമേഴ്സ് ആയിരുന്നു. അവർക്ക് ചിലപ്പോൾ സീഡുകൾ വാങ്ങിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ, അല്ലെങ്കിൽ ട്രേഡേഴ്സിന് മർക്കൻഡൈസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ അല്ലെ, ഫോറിൻ ട്രേഡൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനോ ഒക്കെ പൈസ ആവശ്യമാണ്. അവരുടെ കൈവശം പൈസയില്ല. ഇവിടെയാണെങ്കിൽ ഗോൾഡ് സ്മിത്തിൻ്റെ കൈവശമാണെങ്കിൽ നിറയെ പൈസയുണ്ട്, പക്ഷെ മറ്റുള്ള ആൾക്കാരുടെ പൈസയാവും. പക്ഷേ എല്ലാവരും ഒന്നിച്ച് വാങ്ങിക്കാറില്ല, അവർ വരുമ്പോൾ കൊടുത്താൽ മതി. ഇപ്പോൾ ഗോൾഡ് സ്മിത്ത് എന്താ, അവരുടെ ഉറപ്പിൽ അല്ലെ, അവരുടെ പ്രാക്ടീസ് അനുസരിച്ച് അവർക്കറിയാം ഇന്ന സമയത്ത് കുറച്ച് ആൾക്കാരെ വരുള്ളൂ. അപ്പോൾ അവർ കുറച്ച് പൈസ മാത്രം മിച്ചം വെച്ചിട്ട് ബാക്കിയുള്ളവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ലെൻഡ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയാണ് ബാങ്കിങ്ങിൽ ലെൻഡിങ്ങിൻ്റെ ഓപ്പറേഷൻ വരുന്നത്. ക്ലിയർ? സോ Goldsmith kept an amount of contingency reserve and remaining deposits were loaned out to others or third parties for interest. പലിശയ്ക്ക് വേണ്ടി കടം കൊടുക്കാൻ തുടങ്ങി. കുറച്ച് എമൗണ്ട് കീപ്പ് ചെയ്യുക, റിസർവ് ആക്കി വയ്ക്കുക, ബാക്കിയുള്ളതിന് കടം കൊടുക്കുക. ക്ലിയർ? ഇന്ന് നമ്മൾ ബാങ്കുകൾ എന്ത് ചെയ്യുന്നു, ആകെ കിട്ടുന്ന ഡിപ്പോസിറ്റ്സിൻ്റെ ഒരു നിശ്ചയ ശതമാനം നമ്മൾ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ആക്കി റിസർവ് ബാങ്കിൽ എടുത്ത് വയ്ക്കും. ക്ലിയർ? അതുപോലെ കുറച്ച് എമൗണ്ട് ലിക്വിഡിറ്റി റേഷ്യോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ലിക്വിഡ് അസറ്റ്സ് ആയിട്ട് കീപ്പ് ചെയ്യും. ബാക്കിയുള്ളത് മുഴുവൻ എന്ത് ചെയ്യും, ലെൻഡിങ് ചെയ്യും. ക്ലിയർ? സോ ഓൾ സച്ച് എമൗണ്ട്സ് വിൽ ബി ലെൻഡ് ഔട്ട്. പ്രത്യേകിച്ച് CRR കഴിച്ച് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെൻഡിങ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ബാങ്കിൽ ഇപ്പോഴും ചെയ്യുന്നു. ഇപ്പോൾ ഗോൾഡ് സ്മിത്തുകൾ നേരത്തെ ചെയ്തിട്ടുള്ള ഏർപ്പാടാണ് ഇങ്ങനെയുള്ളൊരു ലെൻഡിങ് ഓപ്പറേഷന് കാരണമായിട്ട് പിന്നീട് ഭവിച്ചത്. ഓക്കെ, ദസ് ഗോൾഡ് സ്മിത്ത് ബിക്കം എ ബാങ്കർ. ഇപ്പോൾ ഗോൾഡ് സ്മിത്തുകൾ എന്തായിട്ട് മാറി, ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ യൂറോപ്പിലുള്ള ഗോൾഡ് സ്മിത്ത്, സോ ദേ ബിക്കം ബാങ്കർ ഓർ ബാങ്കിങ് സർവീസ്. കാരണം എന്താ, ആളുകൾ പൈസ ഉണ്ടാകുമ്പോൾ അവിടെ കൊണ്ട് കൊടുക്കും, അതിന് റെസീറ്റ് കൊടുക്കും. ക്ലിയർ? അവർ റെസീറ്റ് തിരിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അവരുടെ പൈസ കൊടുക്കും. ക്ലിയർ? ഈ മിച്ചമുള്ള പൈസ അല്ലെങ്കിൽ ഇവിടെ വെറുതെ ഇരിക്കുന്ന പൈസ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി, ലെൻഡ് ചെയ്യാൻ തുടങ്ങി. ലെൻഡിങ് കൊടുത്തിട്ടുള്ള ബോറോവേഴ്സ് അല്ലെങ്കിൽ ലെൻഡിങ് വാങ്ങിച്ചിട്ടുള്ള ബോറോവേഴ്സ്, കടം വാങ്ങിച്ചിട്ടുള്ള ബോറോവേഴ്സ് എന്ത് ചെയ്യും, അവരുടെ ട്രേഡോ അല്ലെങ്കിൽ വിൽപ്പനയൊക്കെ കഴിഞ്ഞ ശേഷം, അവരുടെ മർക്കൻഡൈസൊക്കെ വിൽപ്പന കഴിഞ്ഞ് അല്ലേ, അതിൻ്റെ ലാഭം എടുത്ത ശേഷം അല്ലേ, ഇവരുടെ മുതലും പലിശയും കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്യും, അടയ്ക്കും. ക്ലിയർ? ഇങ്ങനെ ഒരു ഏർപ്പാട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ക്ലിയർ? ഇതും ഇങ്ങനെയുള്ള ഇതിൻ്റെ ഏർപ്പാടിനെ കുറിച്ച് നമുക്കറിയാം അല്ലേ. ഇത് ഷേക്സ്പിയറിൻ്റെ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് കാണാൻ പറ്റും. ക്ലിയർ? ഇവിടെയാണ് നമ്മൾ മർച്ചൻ്റ് ഓഫ് വെനൈസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡ്രാമയെ കുറിച്ചൊക്കെ നമ്മൾ ഒരു വിഷയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക, കഥ കേട്ടിട്ടുണ്ടാവുക. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ ഇവിടെ ഒരു ബാങ്കിങ് സർവീസ്, ഒരു മോഡേൺ ബാങ്കിങ് സർവീസ്
ഒറിജിനേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അവിടെ ഡിപ്പോസിറ്റ്സ് ആൻഡ് അക്സെപ്റ്റൻസ് ഉണ്ട്, ലെൻഡിങ് ഓഫ് മണി ഉണ്ട്. ഓക്കെ, അതിന് പകരമായിട്ട് ഇവിടെ ചെക്ക് എന്നുള്ളൊരു സർവീസിൻ്റെ ഭാഗമായി FD റെസീറ്റിനെ പോലെ ഒരു റെസീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ക്ലിയർ, അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഡോസ് ചെയ്യാം, ജസ്റ്റ് ലൈക്ക് എ ചെക്ക്. അപ്പോൾ ഒരു ചെക്കിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്തു, അത് മാറി. ക്ലിയർ, ഇങ്ങനെ ഒരു മോഡേൺ ബാങ്കിങ് പ്രാക്ടീസ് ഇവോൾവ് ചെയ്തു വന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. സോ Bank of Venice was started in Italy. Clear? ഇറ്റലിയിലാണ് വെനീസ് ക്ലിയർ സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത്. ക്ലിയർ, ദെൻ ഇറ്റ് ഓൾസോ സെറ്റ് ടു ബി ദ ഓൾഡസ്റ്റ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ക്ലിയർ, ബാങ്ക് ഓഫ് വെനൈസ് ആണ്. ക്ലിയർ, വെനീസിലുള്ള ബാങ്ക് എന്നുള്ള അർത്ഥത്തിൽ ഇറ്റലിയിൽ രൂപീകരിച്ച ബാങ്ക് ഓഫ് വെനീസ് ആണ് ലോകത്തിലെ ആദ്യത്തെ ബാങ്കായിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ വൺ വേർഡ് ആയിട്ടൊക്കെ അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റുന്ന. ക്ലിയർ, സോ വേൾഡ് ഓവറിൽ ഏറ്റവും ആദ്യത്തെ ബാങ്കായിട്ട് കരുതപ്പെടുന്നത് എന്താണ്, ഇറ്റലിയിൽ ബാങ്ക് ഓഫ് വെനീസ് ആണ്. സോ ദ ബാങ്ക് ഓഫ് ബാഴ്സലോണ വാസ് ഓൺ ട്രാക്ക് ഇൻ 1401. 1401 ബാഴ്സലോണ ബാങ്ക് വന്നു. ബാങ്ക് ഓഫ് ക്ലിയർ ജനോവ ക്ലിയർ അത് 1407 1407 അത് വരുന്നത്. ഓക്കെ, then Bank of Amsterdam was launched in the year 1609. Yeah, the Lombards who migrated to Europe and England from Italy was responsible for the development of modern banking here in the world. So ഇറ്റലിയിലുള്ള ലംബോർഡ്സ് ആണ്, ട്രേഡേഴ്സ് ആണ്, മെർച്ചൻസ് ആണ്. they migrated to different places. അവരാണ് ഒരു പക്ഷേ യൂറോപ്പിലെ മൊത്തത്തിലെ ബാങ്കുകളൊക്കെ വികസിക്കാനുള്ള കാരണമായിട്ട് മാറിയത്. So the growth of joint stock commercial banking was started after the enactment of Banking Act which was passed in England in 1833. പക്ഷെ എങ്കിലും നമ്മളെന്ന് കാണുന്ന തരത്തിലുള്ളൊരു ബാങ്കുകൾ അല്ലേ, ഒരു ബാങ്കിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, ജോയിന്റ് സ്റ്റോക്ക് ബാങ്ക്, രജിസ്റ്റർ ചെയ്തിട്ടുള്ള അല്ലേ, എവിടെയോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ബാങ്ക് എന്നുള്ള രീതിയിൽ വരുന്ന ഒരു രജിസ്റ്റേർഡ് എൻറ്റിറ്റി ആയിട്ട്, ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് വരുന്നൊരു ബാങ്ക് നമുക്ക് കാണാൻ പറ്റുക. ക്ലിയർ, 1833 ശേഷമാണ്. കാരണം 1833 എന്ത് ചെയ്തു, ഇംഗ്ലണ്ടിൽ അല്ലേ, അന്ന് ഇംഗ്ലണ്ട് സൂപ്പർ പവറാണ് അല്ലേ, ലോകത്തെ മൊത്തത്തിൽ ഭരിക്കുന്ന അല്ലേ, സൂര്യൻ അസ്തമിക്കാത്ത അല്ലേ സാമ്രാജ്യത്തിൻ്റെ അധിപതികളാണ് ഇംഗ്ലണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയാണ് കൂടുതൽ ട്രാൻസാക്ഷനും മറ്റുള്ള കാര്യങ്ങളും ഫോറിൻ ട്രേഡും ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിൽ ബാങ്ക് ഓഫ് ക്ലിയർ ഒരു ബാങ്കിങ് ആക്ട് 1833 പാസ്സാക്കുകയും അതനുസരിച്ചിട്ട് എന്ത് ചെയ്തു, ദേ ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് ക്ലിയർ രജിസ്റ്റേർഡ് ബാങ്ക്സ്, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റർ ചെയ്യാനും തുടങ്ങി, അതിനെ നിയന്ത്രിക്കാനും തുടങ്ങി. ക്ലിയർ, ഇപ്പം ഇന്ന് കാണപ്പെടുന്ന ബാങ്കുകളുടെ ഒരു ചരിത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ക്ലിയർ, സോ ദർ ആർ ഡിഫറെൻറ്റ് of opinion with regard to the origin of the term bank. Clear, some of them argue that the word bank is derived from an Italian word banco, clear, or the Latin word bancus, BANCUS, and the French word banque, clear, BANQUE. clear, ഇങ്ങനെ പല രീതിയിലും പറയാറുണ്ടെങ്കിലും ഇതൊക്കെ വരാനുള്ള കാരണം ഒരുപക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റാലിയിൽ നിന്നാണ് ഇതിൻ്റെ ഒറിജിൻ വരുന്നത്. ഇറ്റാലി, ഫ്രഞ്ച്, ക്ലിയർ, പിന്നെ ഇംഗ്ലീഷ്, ആ രീതിയിലേക്കാണ് വരിക. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്ലിയർ ഇതെല്ലാം റിലവൻ്റ് ആണെങ്കിലും ഇതിൻ്റെ എല്ലാ മീനിങ് എന്ത് തന്നെയാണ്, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടായി അല്ലേ, മെർച്ചൻസ് ക്ലിയർ അവരെന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു, മണിയുടെ മാനേജ് ചെയ്യുന്ന അല്ലേ, അവർ ബെഞ്ചൊക്കെ ഇട്ടിട്ട് ക്ലിയർ അവർ മണിയുടെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്തു, ട്രഡീഷണലി ഫോം ചെയ്തിരുന്നു. അപ്പോൾ ആ രീതിയിൽ വരുന്ന റിസോഴ്സുകളൊക്കെ പൂൾ ചെയ്യുകയും ആ റിസോഴ്സിനെ മറ്റുള്ളവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ, മണി മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഏർപ്പാട് എന്നുള്ള തരത്തിൽ തന്നെയാണ് ബാങ്കിങ് അറിയപ്പെടുന്നത്. സോ ബിക്കോസ് ഇറ്റ് മീൻസ് എ ബെഞ്ച് അല്ലേ, സോ സം ഓഫ് ദി authorities observes that the word bank was originally derived from the German word bank. Clear, ജർമ്മനിൽ ബാങ്ക് എന്നുള്ള അർത്ഥം ബെഞ്ച് എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ധരിക്കുന്നത്. ക്ലിയർ, അതുകൊണ്ട് ഇങ്ങനെ ജർമ്മനിലുള്ള ബാങ്ക് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഫ്രഞ്ചിലുള്ള ബാങ്ക് ആണ് വരുന്നത്, അല്ലെങ്കിൽ ബാങ്കസ് ഓഫ് ക്ലിയർ ലാറ്റിൻ ആണ്, അല്ലെങ്കിൽ ഇറ്റാലിയനിൽ വരുന്ന ബാങ്കോ ആണ്. ഇതൊക്കെ ആണെങ്കിലും ഇതിൻ്റെ എല്ലാം കോൺസെപ്റ്റ് ഒന്ന് തന്നെയാണ്. ക്ലിയർ, മണി അല്ലെങ്കിൽ റിസോഴ്സസ് മാനേജ് ചെയ്യുന്ന വ്യക്തി. ക്ലിയർ,
So the word was joint stock fund എന്നാണ് ഈ ബാങ്ക് ജർമ്മൻ വേർഡിൻ്റെ അർത്ഥം. ക്ലിയർ? സോ ദ വേർഡ് വാസ് ഇറ്റാലിയനൈസ്ഡ് ഇൻ ടു ബാങ്കോ ബൈ ജർമ്മൻസ്. ക്ലിയർ? ഇപ്പം ജർമ്മൻസ് ആണ് ഇതിനെ ഇറ്റാലിയിലേക്ക് ബാങ്കോ ആയിട്ട് മാറ്റിയത് എന്ന് പറയാറുണ്ട്. പല ആർഗ്യുമെൻറ്റ്സ് ആണ്. ക്ലിയർ? ചിലർ പറയും ഇറ്റലിയിൽ നിന്ന് ജർമ്മനിലേക്ക് വന്നു, ചിലർ പറയും ജർമ്മനിലുള്ള ബാങ്ക് എന്നുള്ള ടേമാണ് പിന്നീട് ഇറ്റലിയിലേക്ക് പോയി ബാങ്കോ ആയി, പിന്നീട് അവിടുന്ന് അല്ലേ ലാറ്റിൻ ടേമായ ബാങ്കേഴ്സ് ആയി, പിന്നെ ഫ്രഞ്ച് ആയി, പിന്നെ ഇംഗ്ലീഷ് ടേമായുള്ള ബാങ്കായി മാറി. ക്ലിയർ? എനിവേ ഇതിൻ്റെ ഒക്കെ ഉദ്ദേശം എന്ത് തന്നെയാണ്? മണി മാനേജ്മെൻറ്റ് ചെയ്യുന്ന, കൈകാര്യം ചെയ്യുന്ന, ഡീൽ ചെയ്യുന്ന ക്ലിയർ ഇൻസ്റ്റിറ്റ്യൂഷനെയോ വ്യക്തികളെയോ ഓർഗനൈസേഷനൊക്കെ നമ്മൾ ബാങ്ക് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് വി ക്യാൻ സീ അബൌട്ട് ദി ഇവല്യൂഷൻ ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ബാങ്കിങ് എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത്. ക്ലിയർ? സോ there were sufficient evidences to believe that the money lending business was prevalent in India. Clear? ഇന്ത്യയിൽ പ്രാചീന കാലം തൊട്ട് തന്നെ എന്തുണ്ട്? മണി ലെൻഡിങ് ആക്ടിവിറ്റി ഉണ്ട് അല്ലേ. അപ്പം അതിനുള്ള ട്രേസസ് ആണ് നമ്മൾ വേദിക് ലിറ്ററേച്ചറിലായിക്കോട്ടെ അല്ലെങ്കിൽ ഉപനിഷത്തുകളായിക്കോട്ടെ അല്ലേ, അതിനുശേഷം എന്നുള്ള നമ്മളെ ക്ലാസിക്കലായിട്ടുള്ള ലിറ്ററേച്ചറുകളായിക്കോട്ടെ, ഇതിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഏർപ്പാട് കാണാൻ പറ്റും. ക്ലിയർ? ഓർണമെൻറ്റ്സോ അല്ലെങ്കിൽ പ്രഷ്യസ് മെറ്റൽസോ കടം കൊടുക്കുകയും അല്ലെങ്കിൽ പണയം വയ്ക്കുകയും അതിന് പണയത്തിന് പകരമായിട്ട് പൈസ വാങ്ങിക്കുകയും അല്ലെ തിരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഏർപ്പാട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ക്ലിയർ? സ്ക്രിപ്റ്റേഴ്സിലും കാണപ്പെടാം, നമ്മുടെ മിത്തോളജിയിലും അത് കാണപ്പെടാം. ക്ലിയർ? ദെൻ പക്ഷെ ചില കമ്മ്യൂണിറ്റീസ് ഈ ബാങ്കിങ് സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന കമ്മ്യൂണിറ്റീസും ഉണ്ടായിരുന്നു. ക്ലിയർ? സോ റൈറ്റിംഗ് ഓഫ് മനു ആൻഡ് കൗടില്യ contain the references of banking in India. So Mahajan, Shroves, Shaukas, ഇതൊക്കെ ചില കമ്മ്യൂണിറ്റിയാണ് കേട്ടോ. ആൻഡ് എക്സെട്ര were engaged in banking business in India. അപ്പോൾ ഇന്ത്യയിലെ ചില കമ്മ്യൂണിറ്റികൾ, ചില വിഭാഗങ്ങൾ ഇങ്ങനെയുള്ള ബാങ്കിങ് ബിസിനസ് അവർ ചെയ്തിരുന്നു ട്രഡീഷണലി. ക്ലിയർ? സോ ഇൻ ദ ബിഗിനിങ് ഓഫ് ദി 18th century, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലോഞ്ച്ഡ് എ ഫ്യൂ കമേഴ്ഷ്യൽ ബാങ്ക്. 18th centuryയുടെ മിഡിലായ സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? ദേ ഹാവ് ബിഗിനിങ് ഓഫ് ദി 18th century, 1700-കളുടെ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്തു? ദേ ഹാവ് ലോഞ്ച്ഡ് ദി ബാങ്ക്. ക്ലിയർ? ഇൻ ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമുക്ക് അറിയാൻ പറ്റും അല്ലേ, 1600-കളിൽ ഇന്ത്യയിൽ റോയൽ ചാർട്ടർ അനുസരിച്ച് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇന്ത്യയിൽ ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് രൂപീകരിക്കപ്പെട്ടതെങ്കിലും അവരിവിടെ വന്ന് എന്തായി? പൊളിറ്റിക്കൽ പവേഴ്സൊക്കെ അക്വയർ ചെയ്യുകയും ക്ലിയർ ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യണ്ടായി. ഇതൊക്കെ ഹിസ്റ്ററിയാണ്, അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ക്ലിയർ? സോ ദേ ഹാവ് ലോഞ്ച്ഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ക്ലിയർ ഇൻ മോഡേൺ ലൈൻസ്. സോ ദ ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് named Bank of Hindustan was started in 1717 at Calcutta. Clear? അപ്പോൾ ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ ആസ്ഥാനം എന്ന് പറയുന്നത് കൽക്കട്ടയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ആദ്യത്തെ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എന്നാണ് അറിയപ്പെടുന്നത്, which was started in the year 1770 at Calcutta. Clear? Later on, East India Company started 3 presidency bank. നമുക്കറിയാൻ പറ്റും അന്ന് പ്രൊവിൻസസ് ഉണ്ടായി. ക്ലിയർ? പ്രധാനമായിട്ടും 3 പ്രൊവിൻസസ് ആണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? എന്തൊക്കെയായിരുന്നു ആ പ്രൊവിൻസ്? ഒന്ന് ബോംബെ പ്രൊവിൻസ്. ക്ലിയർ? രണ്ടാമത്തത് കൽക്കട്ട പ്രൊവിൻസ്, മൂന്നാമത്തത് മദ്രാസ് പ്രൊവിൻസ്. ക്ലിയർ? അപ്പം ഇങ്ങനെ 3 പ്രധാനപ്പെട്ട പ്ലേസിലായിരുന്നു അവരുടെ ആസ്ഥാനമുള്ളത്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർക്ക് ട്രേഡും അല്ലേ കൊമേഴ്സും ട്രാൻസാക്ഷനും ഒക്കെ ഉള്ളതുകൊണ്ട് ക്ലിയർ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടി ദേ ഹാവ് സ്റ്റാർട്ടഡ് പ്രസിഡൻസി ബാങ്ക് ഇൻ 3 cities. ക്ലിയർ? ബോംബെ, കൽക്കട്ട ആൻഡ് മദ്രാസ്. ഓക്കെ, ഇതാണ് പ്രസിഡൻസി ബാങ്ക് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ? സോ ഗവൺമെൻറ്റിൻ്റെ പാർട്ടിസിപ്പേഷൻ പറഞ്ഞാൽ അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാണ് ഭരണമുള്ളത് അല്ലേ, അതുകൊണ്ട് അന്നത്തെ ഗവൺമെൻറ് അവരുടെ കൈവശമായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ പിന്നീട് 1857 ശേഷം അത് ആരക്വയർ ചെയ്തു? ഇംഗ്ലണ്ടിലുള്ള ഗവൺമെൻറ് അക്വയർ ചെയ്തു. ക്ലിയർ? അപ്പം ബ്രിട്ടീഷുകാരാണ് പിന്നീട് ഭരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പ്രസിഡൻസി ബാങ്കുകൾ സ്റ്റാർട്ട് ചെയ്തു. ക്ലിയർ? So these were Bank of Calcutta, Bank of Bombay and Bank of Madras. Clear? ഇതൊക്കെയാണ് 3 പ്രധാനപ്പെട്ട പ്രസിഡൻസി ബാങ്ക്. So these banks given the right of note issue in the respective region. ഈ 3 ബാങ്കുകൾക്കും എന്തിനുള്ള പവേഴ്സ് ഉണ്ടായിരുന്നു? നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള പവേഴ്സ് കൊടുത്തു. ക്ലിയർ? അപ്പോൾ ബാങ്ക് ഓഫ് മദ്രാസിലുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുമെന്ന് നോട്ട് ഇഷ്യൂ ചെയ്യാമായിരുന്നു. ബാങ്ക് ഓഫ് ബോംബെയിലുള്ള അവരുടെ ജൂറിസ്ഡിക്ഷനിൽ നോട്ട് ഇഷ്യൂ ചെയ്യുമായിരുന്നു. ബാങ്ക് ഓഫ് കൽക്കട്ട
അവരുടെ ജൂറിസ്ഡിക്ഷന് നോട്ട് ഇഷ്യൂ ചെയ്യുവാണ്. ക്ലിയർ? അപ്പോൾ ബാങ്കുകളുടെ ഒരു ട്രഡീഷണൽ ഫങ്ഷനായിട്ട്, ഇപ്പോൾ അത് സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷനാണ്, പക്ഷേ ആ സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷനായില്ല നോട്ട് ഇഷ്യൂ, കറൻസി ഇഷ്യൂ. നോട്ട് എന്ന് പറയുന്നത് എന്താ? കറൻസി. ക്ലിയർ? വിനിമയത്തിന് വേണ്ടിയിട്ടുള്ള കറൻസിക്കാണ് നോട്ട്, അല്ലേ? ആ നോട്ട് ഇഷ്യൂ ചെയ്തിരുന്ന ബാങ്കുകളായിരുന്നു ഇത്. ദെൻ ലെറ്റർ ഓൺ all these banks were amalgamated into the imperial bank. Okay? ഈ 3 ബാങ്കുകളും കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്തു? പിന്നീട് അതിനെ ഇമ്പീരിയൽ ബാങ്ക് എന്നുള്ള പേര് ഉള്ള ഒരു ബാങ്കായിട്ട് മർജ് ചെയ്യും. അമാൽഗമേറ്റ്. എന്താ അമാൽഗമേഷൻ? നമുക്കറിയാം, അല്ലേ? 1, 2, 3 എൻറ്റിറ്റീസ് കൂടി ചേർന്ന് ക്ലിയർ ഒരു കോമൺ എൻറ്റിറ്റി ആയിട്ട് മാറുമ്പോൾ അതിന് പറയുന്ന പേരാണ് അമാൽഗമേഷൻ. ക്ലിയർ? സോ ഓൾ ദീസ് എൻറ്റിറ്റീസ് ആർ കമ്മിങ് ടുഗദർ ടു ഫോം എ ന്യൂ എൻറ്റിറ്റി. അപ്പോൾ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇമ്പീരിയൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്ക് രൂപീകരിച്ചു. പ്രസിഡൻസി ബാങ്കുകളെല്ലാം കൂടെ ചേർത്ത്. സോ അലഹബാദ് ബാങ്ക് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ദ ഇയർ 1865. അതിനുശേഷം വന്നാണ് 1865 അലഹബാദ് ബാങ്ക്. അലയൻസ് ബാങ്ക് in 1875. So the first purely commercial bank was formed in 1880. Clear? Its name was Oud Commercial Bank. എന്താ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നാണ് നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? എന്താ കൊമേഴ്ഷ്യൽ ബാങ്ക്? അത് ഒരു പക്ഷേ ബിസിനസ് സ്റ്റഡീസൊക്കെ പഠിക്കുമ്പോൾ +2 തലത്തിൽ പഠിച്ചിട്ടുണ്ടാവും. എന്താ കൊമേഴ്ഷ്യൽ ബാങ്ക്? കൊമേഴ്ഷ്യൽ പർപ്പസിന് മെയിനായിട്ട് ലെൻഡ് ചെയ്യുന്ന ബാങ്കുകളാണെന്ന് പറയുക കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ദോസ് ബാങ്ക് വിച്ച് accept deposits mainly from public but lend mainly to trade and commerce and business, commercial purpose. Okay? അപ്പോൾ അവരുടെ ആക്ടിവിറ്റി കൊമേഴ്ഷ്യലാണ്. എന്താ കൊമേഴ്ഷ്യൽ? ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ക്ലിയർ? ആർക്ക് കൊടുക്കുന്നു? ബിസിനസ്, ഇൻഡസ്ട്രി, കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിനാണ് ലോൺ കൊടുക്കുന്നത്. ഇത്തരത്തിൽ ഏർപ്പെടുന്ന ബാങ്കുകളാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ന് പറയുക. അപ്പോൾ അതിന് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക്, ഒരു മോഡേൺ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഒരു ട്രേസസ് ആയിട്ട്, ക്ലിയർ, ഹിസ്റ്റോറിക്കൽ ട്രേസസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഔദ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ക്ലിയർ? Then it was established in the year 1880. So അതിനുശേഷം പിന്നീട് പഞ്ചാബ് ബാങ്ക്, ക്ലിയർ, was launched in the year 1894 and People Bank in the year 1901. ഇങ്ങനെ പല ബാങ്കുകളും പിന്നീട് നമുക്ക് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായി. ക്ലിയർ? സോ ദ സ്വദേശി മൂവ്മെന്റ് ഹാസ് എൻകറേജ്ഡ് ദ ഇന്ത്യൻ entrepreneurs to start many new banks. അത് അതിനുശേഷം 1990-കൾക്ക് ശേഷം വളരെയധികം കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ എ നമ്പർ ഓഫ് ബാങ്ക്സ് ഫെയിൽഡ് ഡ്യൂറിങ് ദി ഫസ്റ്റ് ഹാഫ് ഓഫ് ദ 20th century. 1990-കളുടെ അല്ലെങ്കിൽ 1900-കളുടെ ആദ്യ കാലഘട്ടം, 1940-50 പീരീഡ് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലിയർ കുറേയധികം ബാങ്കുകൾ രൂപീകരിക്കപ്പെടുകയും ഫെയിലാകുകയും ചെയ്തിട്ടുണ്ട്. ക്ലിയർ? എന്താണ് അതിന് കാരണം? നമുക്കറിയാൻ പറ്റും. ക്ലിയർ? ഇതൊക്കെ പബ്ലിക്കിൽ നിന്ന് പൈസ വാങ്ങിക്കും. ക്ലിയർ? പൈസയൊക്കെ കടം കൊടുക്കും. ക്ലിയർ? ഈ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ തിരിച്ച് പൈസ വാങ്ങിക്കാൻ വരുമ്പോൾ ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല. ക്ലിയർ? അങ്ങനെ വരുന്ന സമയത്ത് പല ബാങ്കുകളും ഫെയിലാവാൻ തുടങ്ങി, അത് കടച്ചു കൂട്ടുന്നതായിട്ട് വന്നു. ക്ലിയർ? സോ ഇറ്റ് എഫക്റ്റഡ് പീപ്പിൾസ് ബിലീഫ് ആൻഡ് ഫെയ്ത്ത് ഇൻ ബാങ്ക്. ഇത് ആളുകളുടെ മനോഭാവം, അല്ലേ, ബാങ്കുകളുടെ മുകളിൽ ഉണ്ടായിരുന്ന അല്ലെ വിശ്വാസം നഷ്ടപ്പെടുന്നതിന് കാരണമായിട്ട് മാറി. സോ ദിസ് insisted for the need for an institution to regulate and control the banking industry in the country. Okay? അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കുകളെയൊക്കെ നിയന്ത്രിക്കണം, ബാങ്കുകളെല്ലാം ചില ഒരു പ്രത്യേക അല്ലെ ചട്ടക്കൂടിനനുസരിച്ച് ഒരു ഫ്രെയിംവർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിയന്ത്രിക്കണം, അവരുടെ ഡിപ്പോസിറ്റും ലെൻഡിങ്ങും ആക്ടിവിറ്റീസൊക്കെ മോണിറ്റർ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി റെഗുലേഷൻ വേണം എന്നുള്ള ചിന്താഗതി വരികയും അതുണ്ടെങ്കിൽ ഈ ഫെയിൽ ചെയ്യുന്ന ബാങ്കുകളെ അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ നമുക്ക് തടയാൻ പറ്റുന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി എന്ത് ചെയ്തു? ഇൻ 1935 the British government formulated a bank called Reserve Bank of India. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെടുന്നു. ക്ലിയർ? അപ്പോൾ രൂപീകരിക്കുന്ന സമയത്ത് ഇതെന്തായിരുന്നു? ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കായിട്ടാണ് രൂപീകരിച്ചത്. ബാങ്കുകളൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കുറച്ച് പവേഴ്സോടുകൂടി 1934 ആക്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി. ആ ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് RBI രൂപീകരിക്കപ്പെടുന്നത്. പക്ഷേ പിന്നീട് ഇതിനെ നാഷണലൈസ് ചെയ്തു. സോ ദെർ വർ 648 കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ 1947. ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് 648 കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നു.
and frequent failures of the banking insisted the government to regulate and reform banking system in the country, and Reserve Bank of India was nationalized in the year 1949. 1949 എന്ത് ചെയ്തു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ബാങ്കായിട്ട് മാറ്റി. ക്ലിയർ? സോ ഇറ്റ് ബിക്കം എ നാഷണലൈസ്ഡ് ബാങ്ക്. ക്ലിയർ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബാങ്ക്. ക്ലിയർ? അപ്പോൾ അങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് പിന്നീട് അത് മാറി. ക്ലിയർ? സോ ബാങ്കിങ് കമ്പനീസ് ആക്ട് വാസ് പാസ് ഇൻ ദ സെയിം ഇയർ. 1949 തന്നെ എന്ത് ചെയ്തു? ബാങ്കിങ് കമ്പനീസ് അല്ലെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുക. ക്ലിയർ? ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? ബാങ്കിങ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഒക്കെ നോക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് പാസ്സാക്കുകയും പിന്നീട് അതിന് ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നുള്ള പേരിൽ അറിയപ്പെടും. നാഷണലൈസേഷന് വേണ്ടി 1969 നാഷണലൈസേഷൻ ചെയ്യുന്ന സമയത്ത് ബാങ്കിങ് റെഗുലേഷൻ അമെൻമെൻ്റ് ആക്കി കൊണ്ടുവന്നു. അപ്പോൾ അത് ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നുള്ള പേരിലും അത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ ഉദ്ദേശം എന്താണ്? ബാങ്കുകളെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ലൈസൻസ് വേണം. ക്ലിയർ? ബാങ്കുകൾ പ്രവർത്തിക്കുന്നതിന് മാനദണ്ഡങ്ങളും മാർഗരേഖകളും ഉണ്ടായി. റെഗുലേഷൻ, ബാങ്കുകളുടെ റെഗുലേറ്ററി ഫ്രെയിംവർക്കും മെക്കാനിസമാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ പ്രതിപാദിച്ചിരുന്നത്. ക്ലിയർ? സോ the enactment of Bank Regulation Act was a bold step in the history of banking in our country. Clear? So the Imperial Bank of India was nationalized in the year 1955. 1955 അന്ന് വരെ ഉണ്ടായിരുന്ന ഗവൺമെൻറ് കീഴിലുണ്ടായിരുന്ന ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ക്ലിയർ എന്താക്കി മാറ്റി? ഇറ്റ് ഹാസ് ബീൻ റീക്രിസ്റ്റൈൻഡ് ഓർ റീനെയിംഡ് ആസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നാഷണലൈസ് ചെയ്ത് അതിനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്കി മാറ്റി. നാഷണലൈസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? SBI ആക്ട് ഓഫ് 1955 പാസ്സാക്കി. ക്ലിയർ? പാർലമെൻറ്റിൽ പാസ്സാക്കി. അതിനനുസരിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നു. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാർട്ടഡ് എ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഇൻ റൂറൽ ഏരിയ. ക്ലിയർ? ബാങ്കിങ് ഡെവലപ്മെൻറ്റിന് വേണ്ടി, രാജ്യത്തിൻ്റെ മൊത്തമുള്ള വികസനത്തിന് വേണ്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് അല്ലെ ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് ആവശ്യപ്പെടാം ഇന്ന സ്ഥലത്ത് ബ്രാഞ്ചുകൾ തുടങ്ങാം. അപ്പോൾ കുറേയധികം സ്ഥലങ്ങളിൽ ക്ലിയർ SBIയുടെ ബ്രാഞ്ചുകൾ തുടങ്ങി. ഓക്കെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ ഇത് രൂപീകരിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ബാങ്കിൻ്റെ അസോസിയേറ്റ് ആയിട്ട് കുറേ ബാങ്കുകൾ ഉണ്ടായിരുന്നു. അന്ന് പ്രിൻസിലി സ്റ്റേറ്റ്സ്, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന പ്രിൻസിലി സ്റ്റേറ്റ്സ് അല്ലേ, രാജാക്കന്മാർ ഭരിച്ചിരുന്ന ചില സ്ഥലങ്ങളുണ്ടായിരുന്നു. സേ ഫോർ എക്സാമ്പിൾ ട്രാവൻകൂർ അല്ലേ, ഇങ്ങനെയുള്ള ട്രാവൻകൂർ, മൈസൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ രാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. ക്ലിയർ? ബ്രിട്ടീഷ് മേൽക്കോയ്മയോടുകൂടെ തന്നെ രാജാക്കന്മാർ. അപ്പോൾ അവരെല്ലാം അവരവരുടെ രാജ്യങ്ങളിൽ ബാങ്കുകൾ രൂപീകരിച്ചിരുന്നു. ക്ലിയർ? അതിന് നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ ഇങ്ങനെയുള്ള പേരിലാണ് അറിയപ്പെടുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബാങ്കുകളെയും എന്ത് ചെയ്തു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലേക്ക് കൊണ്ടുവന്നു. അതിനെ അസോസിയേറ്റ് ബാങ്കുകൾ എന്നാണ് ആദ്യം അറിയപ്പെടുന്നത്. ഇങ്ങനെ 7 അസോസിയേറ്റ് ബാങ്കുകൾ ഉണ്ടായിരുന്നു. ക്ലിയർ? ഇപ്പം അതെല്ലാം ഇല്ലാതായിട്ട് മാറി. എനിവേ, ക്ലിയർ? സോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1955 രൂപീകരിക്കുകയും അതിനോടനുബന്ധിച്ച് അസോസിയേറ്റ് ബാങ്കുകളെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ക്ലിയർ? ദെൻ 1967 റൂറൽ ക്ലിയർ ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാർട്ടഡ് many places rural branches. In 1967 government of India introduced the concept of social control. Clear? Social control എന്താണ്? സമൂഹം അല്ലേ, അത് വികസിക്കുന്നതോടുകൂടി ഒരു രാജ്യത്തിന് വികസിക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ സമൂഹത്തിന് നിയന്ത്രണമുള്ള ബാങ്കുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും മണിയും മോണിറ്ററി റിസോഴ്സൊക്കെ ഉണ്ടെങ്കിൽ ആ സമൂഹത്തിന് അത് ഉപയോഗിക്കാൻ പറ്റും. അത്തരത്തിലൊരു സോഷ്യൽ കൺട്രോൾ, ഫിനാൻസിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ മണി ഫ്ലോ, ക്ലിയർ, ഫിനാൻസിൻ്റെ യൂട്ടിലൈസേഷൻ ഇതിലൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി ബാങ്കിങ്ങിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു സോഷ്യൽ കൺട്രോൾ കൊണ്ടുവന്നു. ക്ലിയർ? 1967 വരുന്നത്. Then it was aimed at bringing some of the laudable changes in the management and credit policy of the commercial bank. ഇതനുസരിച്ചിട്ട് ക്ലിയർ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ബാങ്കുകൾ ക്ലിയർ പ്രയോറിറ്റി സെക്ടറുകൾക്ക്, ക്ലിയർ പ്രയോറിറ്റി സെക്ടർ എന്താണെന്ന് നമുക്കറിയാം അല്ലേ, പ്രയോറിറ്റി സെക്ടർ അഗ്രികൾച്ചറോ ട്രേഡോ കൊമേഴ്സോ ആർട്ടിസാൻസോ അല്ലേ, കരകൗശല വിദഗ്ധരോ അല്ലെങ്കിൽ ചെറുകിട കുടിൽ വ്യവസായക്കാരോ ഇവർക്കൊക്കെ ലോണുകൾ കൊടുക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചു. ക്ലിയർ? അത്തരത്തിൽ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയതിനാണ് സോഷ്യൽ കൺട്രോൾ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ സോ 14 ബാങ്ക്സ് were nationalized in the year 1969. പക്ഷേ 1967 ഇത് കൊണ്ടുവന്നുവെങ്കിലും ക്ലിയർ അന്ന് ആ കാലഘട്ടത്തിൽ നമുക്കറിയാം വളരെയധികം ബാങ്കുകൾ ഉണ്ടായിരുന്നു. ഈ ബാങ്കുകളെല്ലാം ക്ലിയർ
300-400 കണക്കിന് അല്ലെങ്കിൽ 600 കണക്കിന് ബാങ്കുകളുണ്ടായിരുന്നു, പ്രൈവറ്റ് ബാങ്കുകളായിരുന്നു. ഈ ബാങ്കുകളൊന്നും ഗവൺമെൻറ് പറയുന്നൊന്നും കേട്ടില്ല. ഗവൺമെൻറ് സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാലും അവർ ഗ്രാമപ്രദേശങ്ങളോ വില്ലേജ് ഏരിയയിലോ റൂറൽ ഏരിയയിലോ പോയിട്ട് ബാങ്കുകൾ സ്റ്റാർട്ട് ചെയ്യില്ല. കാരണം നമുക്കറിയാം അല്ലേ, ദ റീസൺ ഈസ് ഒബീവിയസ് അല്ലേ. ഗ്രാമപ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ ലോണ് കൊടുക്കാൻ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് കിട്ടാൻ ബാങ്കിന് കഴിയില്ല. ക്ലിയർ? ഡെപ്പോസിറ്റ് ഇല്ല, ലെൻഡ് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ അതിനും ചിലപ്പോൾ കഴിയില്ല. കാരണം മിക്കവാറും റൂറൽ പീപ്പിളും മണി ലെൻഡേഴ്സിൽ ആയിരിക്കും പൈസ കടം വാങ്ങിക്കുക. അവർ ബാങ്കിലൊന്നും സമീപിക്കില്ല, അവർക്ക് അറിയില്ല, ക്ലിയർ, ബാങ്കിങ്ങിനെ കുറിച്ച് അറിയില്ല. ഇങ്ങനെ ഒട്ടനവധി പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മിക്കവാറും ബാങ്കുകൾ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? 100s അല്ലെങ്കിൽ 500s 600s ഓഫ് ബാങ്ക് ഉണ്ടായിട്ടും അല്ലേ, അത്രത്തോളം എല്ലാ ബാങ്കുകൾക്കും ബ്രാഞ്ചുകൾ ഉണ്ടായിട്ടും ഈ ബാങ്കുകളെല്ലാം മിക്കവാറും കോൺസെൻട്രേറ്റ് ചെയ്ത് മെട്രോപൊളിറ്റൻ സിറ്റീസായിരുന്നു. ക്ലിയർ? ബോംബെ, കൽക്കട്ട, അല്ലെങ്കിൽ മദ്രാസ്, അല്ലെങ്കിൽ ഡൽഹി, ക്ലിയർ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്ലേസസ് ആയുള്ള സൂറത്ത്, ക്ലിയർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ലൈക്ലി പ്രദേശങ്ങളിലൊക്കെ തന്നെയായിരുന്നു ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നത്. ക്ലിയർ? റൂറൽ ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഗവൺമെൻറ് ആണെങ്കിൽ കുറേയധികം സോഷ്യൽ കൺട്രോളിൻ്റെ ഭാഗമായിട്ട് ഡയറക്ഷൻസും ഗൈഡ് ലൈൻസും ഒക്കെ കൊടുത്തിട്ടും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ക്ലിയർ? ഇത് മറികടക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്തു? 1969 ബാങ്കിങ് കമ്പനീസ് ആക്ട്, ക്ലിയർ, ബാങ്കിങ് റെഗുലേഷൻ അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവരികയും അതിൽ പ്രൈവറ്റ് ബാങ്കുകളെയെല്ലാം എന്ത് ചെയ്തു? നാഷണലൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഗവൺമെൻറ്റിൻ്റെ കീഴിലാക്കി മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. അതിനെതിരെ പ്രൈവറ്റ് ബാങ്കുകളൊക്കെ കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ നിന്നും ഗവൺമെൻറ്റിന് ഫേവറായിട്ടുള്ള വിധിയാണ് വന്നത്. ക്ലിയർ? രാജ്യത്തിൻ്റെ പൊതുവായുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിന് വേണമെങ്കിൽ കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് ബാങ്കുകളെ ഏറ്റെടുക്കാമെന്ന് സുപ്രീം കോടതി തന്നെ വിധിച്ചു. ക്ലിയർ? അത് ഭരണഘടനാ സാധുതയുള്ള ഒരു നിയമമായിട്ട് പറഞ്ഞു. അതോടുകൂടി ഗവൺമെൻറ് എന്ത് ചെയ്തു? 1969 14 ബാങ്കുകളെ, പ്രൈവറ്റ് സെക്ടറിലുള്ള ബാങ്കുകൾ എന്ത് ചെയ്തു? ഗവൺമെൻറ്റിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നു. ക്ലിയർ? ആൻഡ് അതൊരു റെവല്യൂഷനായിട്ടാണ് അറിയപ്പെടുന്നത് ബാങ്കിങ്ങിൻ്റെ ഹിസ്റ്ററിയിൽ, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രിയിൽ. ക്ലിയർ? ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള നാഴികക്കല്ലായിട്ട്, ഹിസ്റ്റോറിക്കൽ മൈൽ സ്റ്റോൺ ആയിട്ട്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ മൂമെൻ്റ് ആയിട്ട് ഇതിനെ പറയപ്പെടും. ക്ലിയർ? Then regional rural bank scheme was started in India 1975. 1975 എന്ത് ചെയ്തു? RRBs എന്ന് പറയുന്നത്, റീജിയണൽ റൂറൽ ബാങ്ക്. ക്ലിയർ? ഗ്രാമപ്രദേശങ്ങളിൽ, ക്ലിയർ, പ്രത്യേകിച്ച് റൂറൽ ഏരിയയിലൊന്നും ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. സോ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ അടുത്ത് ഗവൺമെൻറ് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ സബ്സിഡറികളായിട്ട് റീജിയണൽ റൂറൽ ബാങ്ക്, അതാത് പ്രദേശങ്ങളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആർക്കേ അറിയുള്ളൂ? അതാത് പ്രദേശങ്ങളിലെ ആളുകൾക്കേ അറിയുള്ളൂ. ക്ലിയർ? അപ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അങ്ങനെയുള്ള ബാങ്കുകൾ എന്ത് ചെയ്യണം? അതാത് പ്രദേശങ്ങൾ, റീജിയൻസിൽ റൂറൽ ബാങ്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അവർക്ക് സിറ്റി സെൻറ്ററിൽ പ്രവർത്തിക്കാൻ പറ്റില്ല, പഞ്ചായത്ത് അല്ലെങ്കിൽ റൂറൽ ഏരിയയിൽ, വില്ലേജ് ഏരിയയിൽ പ്രവർത്തിക്കാം. ക്ലിയർ? അങ്ങനെ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സ്കീമാണ് RRB സ്കീം. ക്ലിയർ? 1975 കൊണ്ടുവരുന്നത്. ക്ലിയർ? സെ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ നോർത്ത് കേരള, അല്ലേ, നോർത്ത് കേരളയിൽ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്ക് ഉണ്ട്. ക്ലിയർ? സിൻഡിക്കേറ്റ് ബാങ്കാണ് നോർത്ത് കേരളയിലെ പ്രധാനപ്പെട്ട ഒരു ലീഡ് ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കണ്ണൂരൊക്കെയാണെന്ന് വിചാരിക്കുക, അവിടെ സിൻഡിക്കേറ്റ് ബാങ്കിനാണ് ലീഡ് ബാങ്ക്. അപ്പോൾ അവരെന്ത് ചെയ്തു? സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ അടുത്ത് പറഞ്ഞു ലീഡ് ബാങ്ക്, അതായത് റീജിയണൽ റൂറൽ ബാങ്ക് രൂപീകരിക്കാം. ക്ലിയർ? അപ്പോൾ റീജിയണൽ റൂറൽ ബാങ്ക് എന്ത് ചെയ്തു? അവർ രൂപീകരിച്ചു. ഇപ്പോൾ സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ കീഴിൽ വരുന്ന കുറച്ച് ബാങ്കുകളെ അവർ റൂറൽ പ്രദേശങ്ങളിൽ രൂപീകരിച്ചു. അതിനെ നോർത്ത് മലബാർ റീജിയണൽ ബാങ്ക് എന്നാണ് പറയുക. നോർത്ത് മലബാർ റീജിയണൽ റൂറൽ ബാങ്ക്. ക്ലിയർ? അതുപോലെ സൗത്ത് മലബാർ റീജിയണൽ റൂറൽ ബാങ്ക് ഉണ്ട്. ക്ലിയർ? ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് ഇപ്പോൾ മെർജ് ചെയ്തിട്ട് നമ്മൾ കേരള ഗ്രാമീൺ റൂറൽ ബാങ്ക് എന്നുള്ള അറിയപ്പെടുന്നു. ക്ലിയർ? സോ ഈ രീതിയിൽ RRBs രൂപീകരിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അതോടുകൂടി വില്ലേജ് ഏരിയയിലുള്ള കർഷകർക്ക് അവരുടെ താല്പര്യങ്ങളനുസരിച്ച്, അല്ലെ, അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ലെൻഡ് ചെയ്യാനും, അവരിൽ നിന്ന് എമൗണ്ട് കളക്ട് ചെയ്യാനും, അവരിൽ സേവിങ്സ് ഹാബിറ്റ് വളർത്താനും, ബാങ്കിങ് ഹാബിറ്റ് വളർത്താനൊക്കെ ഇത് ഇടയായിട്ട് മാറി. ക്ലിയർ? സോ ഇൻ 1980 അഗെയിൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു? 6 more commercial banks were nationalized. 1980 വീണ്ടും 6 കൂടെ നാഷണലൈസ് ചെയ്തു. ക്ലിയർ? അപ്പോൾ എന്തായിട്ട് മാറി? 20 ആയി. അല്ലേ? നേരത്തെ 14 പിന്നീട് 6 അപ്പോൾ 20 കൊമേഴ്ഷ്യൽ ബാങ്കുകൾ. ക്ലിയർ? ദ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, ഇതിനെ നമ്മൾ നബാർഡ് എന്നാണ് പറയുക. ക്ലിയർ? സോ നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, വാസ് സെറ്റ് അപ്പ് ഇൻ ദ 1982. 1982 എന്ത് ചെയ്തു? കൃഷി സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക്, അല്ലേ, കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാനും അതിന് വേണ്ടിയുള്ള റീഫിനാൻസിങ് കൊടുക്കാനും, അങ്ങനെയുള്ള ബാങ്കുകൾക്ക് കൃഷിയുള്ള പർപ്പസിന് വേണ്ടി ലോൺ കൊടുക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ വേണ്ടി
ക്ലിയർ. അതുപോലെ ഫാർമേഴ്സിന് സബ്സിഡിയും ഇൻസെൻറ്റീവ്സൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി ക്ലിയർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവ് അനുസരിച്ച് എന്ത് ചെയ്തു, നബാർഡ് എന്നാണ് പറയാം. ക്ലിയർ. അപ്പോൾ നമ്മൾ ബാങ്കിങ് സിസ്റ്റത്തെ മൊത്തത്തിൽ റെഗുലേറ്റ് ചെയ്യുന്ന RBI ആണ്. പക്ഷേ RBIക്ക് ഈ അഗ്രികൾച്ചർ ബാങ്കുകളെ, അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷനോ, ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനോ, കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ നിയന്ത്രിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, അവരെന്ത് ചെയ്തു, നബാർഡിന് രൂപം നൽകി. ക്ലിയർ. അപ്പം നബാർഡിന് എന്ത് ഇൻട്രസ്റ്റ് ചെയ്തു, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നതിന് വേണ്ടി ഇൻട്രസ്റ്റ് ചെയ്തു. ക്ലിയർ. സോ ദാറ്റ് വാസ് ഇൻ ദ ഇയർ 1982. ഓക്കെ. ദെൻ എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടി എക്സിം ബാങ്ക് വാസ് ഫോംഡ് ഇൻ ദ ഇയർ 1984. ക്ലിയർ. ഇപ്പോൾ ഇന്ത്യയിലുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് അല്ലേ, എക്സ്പോർട്ടേഴ്സിനും ഇമ്പോർട്ടേഴ്സിനൊക്കെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് ഉണ്ടാവും. ക്ലിയർ. അപ്പോൾ ഇമ്പോർട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പോർട്ട് അല്ലേ, അവർക്ക് എക്സ്പോർട്ടർക്ക് പൈസ കൊടുക്കണമെങ്കിൽ പൈസ വേണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സഹായിക്കുക, എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റുകളെ സഹായിക്കുക, ഫോറിൻ എക്സ്ചേഞ്ച് മാറ്റി കൊടുക്കുക. ക്ലിയർ. ഫോറിൻ എക്സ്ചേഞ്ച് അവൈലബിൾ ആക്കുക, ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് കൊടുക്കുക, അത് അവൈലബിൾ ആക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നുള്ള രീതിയിൽ എക്സിം. ക്ലിയർ. അതാണ് എക്സിം. അപ്പോൾ എക്സിം ബാങ്ക് 1984 രൂപീകരിച്ചു. ദെൻ നാഷണൽ ഹൗസിംഗ് ബാങ്ക് വാസ് ഇൻട്രഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 1988. NHB എന്ന് പറയും. ക്ലിയർ. ഹൗസിംഗ് സെക്ടർ അല്ലേ, ഇന്ത്യയിൽ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അല്ലേ, എല്ലാവർക്കും വീടില്ല എന്നുള്ളത്, പാർപ്പിടമില്ല അല്ലേ. അപ്പോൾ പാർപ്പിടങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം, ഹൗസിങ്ങിന് ലോണും അസിസ്റ്റൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യണം അല്ലേ. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ബാങ്കുകളോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഒക്കെ ഹൗസിങ്ങിന് ലോൺ കൊടുക്കുകയാണെങ്കിൽ അവർ കൊടുക്കുന്ന ലോണ് റീഫിനാൻസ് ചെയ്തു. എന്താ റീഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ, ഒരു ബാങ്കോ ഇൻസ്റ്റിറ്റ്യൂഷനോ ഒരാൾക്ക് കടം കൊടുക്കുകയാണെങ്കിൽ ആ കടം കൊടുത്ത പൈസ അവരുടെ കയ്യിൽ നിന്ന് പോയി, അവർക്ക് പിന്നെ വേറെ ഒന്നും കടം കൊടുക്കാനുണ്ടാവില്ല. അതുകൊണ്ട് അവർ കടം കൊടുക്കാൻ മടിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ അവരുടെ അടുത്ത് പറയുന്നു, നിങ്ങൾ കർഷകർക്ക് ലോൺ കൊടുക്കൂ, നിങ്ങൾ കൊടുക്കുന്ന പൈസ ഞങ്ങൾ എന്ത് ചെയ്യാം, റീഇംബേഴ്സ് ചെയ്ത് തരാം. ഇതിനാണ് റീഫിനാൻസിങ്. അപ്പോൾ ബാങ്കുകൾക്ക് എന്ത് കിട്ടും, കർഷകർക്കോ അല്ലെങ്കിൽ വീട് നിർമ്മിക്കുന്നതിനോ ഒക്കെ പൈസ കടം കൊടുത്താലും ആ കടം കൊടുക്കുന്ന പൈസ ക്ലിയർ ഒന്നുകിൽ നബാർഡിൻ്റെ അടുത്തോ അല്ലേ, കർഷകരുടെ ആവശ്യമാണെങ്കിൽ നബാർഡിൽ നിന്ന്, അതല്ലെങ്കിൽ NHB നാഷണൽ ഹൗസിംഗ് ബാങ്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഫിനാൻസിങ് വാങ്ങിക്കാൻ പറ്റും. ക്ലിയർ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി NHB രൂപീകരിച്ചു. ദെൻ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ ഗോട്ട് മെർജ്ഡ് വിത്ത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇൻ 1993. 1993 എന്ത് ചെയ്തു, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, നേരത്തെ നാഷണലൈസ് ചെയ്ത ഒരു ബാങ്കാണ് ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ. ക്ലിയർ. അത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. ക്ലിയർ. അതോടുകൂടി നേരത്തെ 20 ബാങ്ക് ഉണ്ടായിരുന്നത് എന്തായിട്ട് മാറി, 19 ബാങ്കായി. ക്ലിയർ. നേരത്തെ ആദ്യം 14 പിന്നെ 6 ചേർത്ത് 20 നാഷണലൈസ് ചെയ്തത് അല്ലേ. അതിലൊരു ബാങ്ക് വേറൊരു ബാങ്കുമായിട്ട് മെർജ് ചെയ്തു, അതോടെ 19 ബാങ്കായി. പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, അതിന് അസോസിയേറ്റ് ആയിട്ട് 7 ബാങ്കും ഉണ്ടായിരുന്നു. ക്ലിയർ. അപ്പോൾ അതുകൊണ്ടുകൂടി 19 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൂടി ചേർത്ത് ക്ലിയർ എത്രയേ 20, ദെൻ 7 അസോസിയേറ്റ് ബാങ്കുകൾ, അങ്ങനെ 27. അതായിരുന്നു നേരത്തെ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പോൾ ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ മാറി. ക്ലിയർ. കാരണം എന്താ, എല്ലാ അസോസിയേറ്റ് ബാങ്കുകളെയും പിടിച്ചെന്തായി ഒറ്റ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ തന്നെ മെർജ് ചെയ്തു. ക്ലിയർ. അപ്പോൾ അതോടുകൂടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രമാണ് ഇപ്പോൾ അല്ലേ പ്രധാനമായിട്ടും വരുന്നത്. അതുപോലെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അതുപോലെ തന്നെയുണ്ട്. ക്ലിയർ. നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്കുകളെയും പല ബാങ്കുകളെയും എന്ത് ചെയ്യുന്നു, മെർജ് ചെയ്യാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ക്ലിയർ. എന്നിട്ട് 1, 2, 3 ബാങ്കുകളാക്കി മാറ്റാനാണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. സോ അറ്റ് പ്രസൻറ്റ് ദർ ആർ 27 പബ്ലിക് സെക്ടർ ബാങ്ക്. ക്ലിയർ. ഈ രീതിയിൽ പറയാനുള്ള കാരണം ഇതാണ് 27. പഴയ നമ്പറാണ്, ഇപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. ക്ലിയർ. അപ്പോൾ നമുക്ക് ഇനി ബാങ്കിൻ്റെ ടൈപ്സും ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ക്ലിയർ. അപ്പോൾ 27 എന്ന് പറയുന്നത് എന്താ, നേരത്തെ ഉണ്ടായിരുന്ന ക്ലിയർ 16 ക്ലിയർ പ്ലസ് പിന്നീട് അല്ലേ 14 ആദ്യം പിന്നെ 6 അല്ലേ, അപ്പോൾ ആകെ 20. അതിൽ നിന്ന് എന്ത് ചെയ്തു, 1 മൈനസ് ചെയ്തപ്പോൾ 19 ഉള്ളൂ. പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ക്ലിയർ, അതിനോടൊപ്പം 7. ഇങ്ങനെയാണ് 27 വരുന്നത്. ക്ലിയർ. So further there are 2 banks which have been categorized by RBI under other public sector bank. ക്ലിയർ. അത് ഏതൊക്കെയാണ് അങ്ങനെ RBI പബ്ലിക് സെക്ടർ ബാങ്കായിട്ട് കൂട്ടുന്ന? IDBI ബാങ്ക് ആൻഡ് ഭാരതീയ മഹിളാ ബാങ്ക്. ഇതിൽ IDBI ബാങ്ക് ഇപ്പോഴും പബ്ലിക് സെക്ടർ ബാങ്കായിട്ട് ക്ലിയർ ന്യൂ ജനറേഷൻ പബ്ലിക് സെക്ടർ ബാങ്കായിട്ടാണ് IDBI ബാങ്ക് പ്രവർത്തിക്കുന്നത്. നേരത്തെ ഒരു ഡെവലപ്മെൻറ്റൽ ബാങ്കായിട്ടാണ് IDBI രൂപീകരിച്ചതെങ്കിൽ ഇപ്പം എന്തായിട്ട് അറിയപ്പെടുന്നു, IDBI വാസ് റിഗാർഡഡ് ആസ് ക്ലിയർ എ ന്യൂ ജനറേഷൻ ബാങ്ക്. ക്ലിയർ. ബട്ട് ഭാരതീയ മഹിളാ ബാങ്ക് എന്ന് പറയുന്നത് രൂപീകരിച്ചെങ്കിലും ക്ലിയർ 2014 രൂപീകരിച്ചത്. പക്ഷേ ഇപ്പോൾ ക്ലിയർ 2017 ആയപ്പോൾ ഈ ഭാരതീയ മഹിളാ ബാങ്ക്
സ്ത്രീകളിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന, സ്ത്രീകൾക്ക് ലോണുകളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയും അവരിൽ നിന്ന് ഡിപ്പോസിറ്റ് വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് ഭാരതീയ മഹിളാ ബാങ്ക് രൂപീകരിച്ചത്. ക്ലിയർ? അപ്പോൾ വുമൺ എൻ്റർപ്രണേഴ്സ്, വുമൺ ഫാർമേഴ്സ് അല്ലെങ്കിൽ വുമൺ കസ്റ്റമേഴ്സ് ഇവർക്കൊക്കെ ലെൻഡിങ് ചെയ്യാൻ വേണ്ടി വുമൺ ഓപ്പറേറ്ററായുള്ള ബ്രാഞ്ചുകളോടുകൂടി ആണ് ഇത് രൂപീകരിച്ചത്. പക്ഷേ എങ്കിലും ഇതിന് ചില പോരായ്മകളൊക്കെ ഉള്ളതുകൊണ്ട് 2017 എന്ത് ചെയ്തു? ഇൻ 2017 ദിസ് ബാങ്ക് ഹാസ് ബീൻ മെർജ്ഡ് വിത്ത് SBI. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് മെർജ് ചെയ്തു. അതോടുകൂടി ഇപ്പോൾ എന്തില്ല? ഈ ഭാരതീയ മഹിളാ ബാങ്ക് ഇല്ല. ക്ലിയർ? അതുപോലെ തന്നെ so there are 43 foreign banks and 26 from 26 countries operating in branches in India. Clear? ഏകദേശം ഇത്രത്തോളം ഫോറിൻ ബാങ്കുകളുണ്ട്. ആൻഡ് 46 banks from 22 countries operating as representative offices in India. അതുപോലെ തന്നെ 22 രാജ്യങ്ങളിൽ 46 ബാങ്കുകൾ ഇന്ത്യയിലെ റെപ്രസെൻറ്റേറ്റീവ് ഓഫീസുകളും പ്രവർത്തിക്കുന്നുണ്ട്. ക്ലിയർ? ആൻഡ് നമ്പർ ഓഫ് RRBs in India as on 31/3/2015 was 56. 56ഓളം RRBs ഉണ്ട്. ക്ലിയർ? ഓക്കെ. ഇതിന് പുറമെ വരുന്ന വേറൊരു ബാങ്ക് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ട്. ബാങ്ക് അല്ല, ശരിക്കും മുദ്ര ബാങ്ക് എന്നോട് കേട്ടിട്ടുണ്ടാവും. ക്ലിയർ? MSME യൂണിറ്റുകൾക്ക്, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന്, സ്മോൾ സ്കെയിൽ യൂണിറ്റുകൾക്കൊക്കെ ലോണുകളും അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്ന സ്കീമാണ് മുദ്ര ബാങ്ക്. അതിൻ്റെ പേര് പറയുമ്പോൾ മുദ്ര ബാങ്ക് എന്നാണ് പറയാം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ബാങ്ക്. ഇറ്റ് ഈസ് ഓൺലി എ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. ക്ലിയർ? ലോണൊക്കെ കൊടുക്കുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകളിലൂടെയും മറ്റുള്ള റീജിയണൽ റൂറൽ ബാങ്കുകളിലൂടെയൊക്കെ തന്നെയാണ് ലോൺ കൊടുക്കുന്നത്. ഓക്കെ. സോ ദീസ് ആർ ഓൾ സം ഓഫ് ദി ഹിസ്റ്ററി ആൻഡ് ഇവല്യൂഷൻ റിലേറ്റഡ് ടു ബാങ്കിങ് ഇൻ ഇന്ത്യ. ക്ലിയർ?